നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദിലീപിന്റെ ജാമ്യാപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. ആലുവ സബ് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ദിലീപിന് പ്രത്യേക പരിഗണനകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. കേസിൽ നാദിർ ഷാ പ്രതിയല്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാവിലെ 6:30യോടെയാണ് ദിലീപിനെ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. ജാമ്യം അനുവദിക്കണമെന്ന് ദിലീപും കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് പോലീസും ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ നാളെ പരിഗണിക്കാമെന്ന് പറഞ്ഞ കോടതി ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദിലീപിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ആലുവ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയത്. 7:30യോടെ ജയിലിലേക്ക്. കൂക്കി വിളിച്ചും അസഭ്യം പറഞ്ഞും ജയിലിന് പുറത്ത് ജനം ദിലീപിനെ വരവേറ്റു. ജയിലിൽ പ്രത്യേക പരിഗണന വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. താമസം വിവിധ കേസുകളിൽ റിമാൻഡിലായ 5 പ്രതികൾക്കൊപ്പം. എന്നാൽ കേസിൽ നാദിർ ഷയെ അറസ്റ്റ് ചെയ്തേക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മീഡിയ 1 കൊച്ചി. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി ദിലീപിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 9 വകുപ്പുകളും IT ആക്ടിലെ 2 വകുപ്പുകളും നടനെതിരെ ചുമത്തിയിട്ടുണ്ട്. 2013 മുതൽ 2016 വരെ ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കാവ്യ മാധവന്റെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ സുനി എത്തിയത് അന്വേഷിക്കും എന്നാണ് റിപ്പോർട്ട്. ദിലീപിനെതിരെ 19ഓളം തെളിവുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. 2013-ൽ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ ദിലീപും പൾസർ സുനിയുമായി സംസാരിച്ചതോടെയാണ് ഗൂഢാലോചനയുടെ തുടക്കമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദിലീപും പൾസർ സുനിയും നിരവധി തവണ പരസ്പരം നേരിൽ കണ്ട് സംസാരിച്ചു. ദിലീപിനെ ചോദ്യം ചെയ്തപ്പോൾ നേരിട്ടറിയില്ലെന്ന വാദം ശരിയല്ല. കുറ്റകൃത്യത്തിന് പ്രതിഫലം നൽകാത്തതിനെ തുടർന്നാണ് സുനി ജയിലിൽ നിന്ന് കത്തെഴുതിയത്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ കത്ത് കൈമാറാൻ ഫോണിൽ വിളിച്ചു. കത്ത് കൈമാറാൻ കഴിയാത്തതിനെ തുടർന്ന് 9ാം പ്രതി മുഖേന വാട്സപ്പ് വഴി അയച്ചു. ജില്ലാ ജയിലിലെ കോയിൻ ബോക്സിൽ നിന്നും അപ്പുണ്ണിയെ വിളിച്ചതിനും തെളിവുണ്ട്. ഈ സമയം ദിലീപും അപ്പുണ്ണിയും ഒരേ ലൊക്കേഷനിലായിരുന്നു. സുനി പണം ലഭിക്കുന്നതിന് വേണ്ടി അപ്പുണ്ണിയെയും നാദിർ ഷയെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് ദിലീപ് അറിഞ്ഞ് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് പരാതി നൽകിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കാവ്യ മാധവന്റെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ വീഡിയോ ദൃശ്യം കൈമാറാൻ എത്തിയെന്ന സുനിയുടെ വെളിപ്പെടുത്തലുണ്ട്. ഇത് അന്വേഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടിലുണ്ട്. തെളിവ് നശിപ്പിക്കൽ, കുറ്റവാളിയെ സംരക്ഷിക്കൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഷബ്നാസിയാത്ത്, മീഡിയ 1 കൊച്ചി. 3 കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. നടൻ ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകളിൽ കുറ്റങ്ങൾ എത്രത്തോളം ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിയും എന്നതൊന്ന്. രണ്ടാമത്, എന്താകും ഈ കേസിൽ ഇനി പുതുതായി കണ്ടെത്തി പുറത്തു വരാനുള്ള വിവരങ്ങൾ. ഗൂഢാലോചന സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു എന്ന കാര്യം. മൂന്നാമതായി, താരാധിപത്യവും പുരുഷാധിപത്യവും നിലനിൽക്കുന്ന അമ്മ എന്ന സംഘടനയിൽ ഈ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് മാറ്റമായിരിക്കും, എന്തഴിച്ചുപണിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്പെഷ്യൽ എഡിഷനിൽ എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുൻ SP ശ്രീ സുഭാഷ് ബാബു. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏത് നിലയ്ക്കുള്ള നടപടിക്രമങ്ങളും ഇടപെടലുകളുമാണ് ഈ കേസിൽ ഇനി ഉണ്ടാകേണ്ടത്, ഇനി പ്രതീക്ഷിക്കേണ്ടതെന്ന കാര്യം അദ്ദേഹം ഈ ചർച്ചയിൽ വിശദീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് നിലയ്ക്കായിരിക്കും കോടതിയിൽ ഈ കേസ് നിലനിൽക്കുക, ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്, അഡ്വക്കേറ്റ് രാംകുമാർ ദിലീപിന് വേണ്ടി ഹാജരാകുമ്പോൾ ഏത് നിലയ്ക്കായിരിക്കും ഈ കേസിന്റെ ഗതിവിഗതികൾ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യം ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് C. ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സംവിധായകൻ ആലപ്പി അഷ്റഫ് എങ്ങനെയാണ് ചലച്ചിത്ര മേഖലയിൽ ഈ പുതിയ സംഭവങ്ങൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് ഈ ചർച്ചയിൽ വിശദീകരിക്കും. സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ P. ഗീത എന്ത് സാമൂഹ്യ പാഠമാണ് ഈ വിഷയത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് ഡോക്ടർ P. ഗീത ഈ ചർച്ചയിൽ അവതരിപ്പിക്കും. നടി രഞ്ജിനി അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചയുടെ ഭാഗമാകാനുണ്ടാകും. ശ്രീ സുഭാഷ് ബാബു, ഇത്ര വൈകിയത് എന്താണ് ദിലീപിൻ്റെ അറസ്റ്റ് എന്ന ചോദ്യത്തിന് പോലീസ് നൽകുന്ന മറുപടി പഴുതുകളടച്ച് എല്ലാ തരത്തിലുള്ള സാധ്യതകളെയും ഇല്ലാതാക്കി സംശയത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാത്ത തരത്തിൽ തെളിവുകളെല്ലാം ഫുൾ പ്രൂഫാക്കി തയ്യാറാക്കിക്കൊണ്ട് മാത്രമേ ഇത്രയധികം താരമൂല്യമുള്ള ദിലീപിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് DGP തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം, എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദിലീപിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന
120B എന്ന ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി പോലീസിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത തെളിവുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ ഗൂഢാലോചനയിൽ ദിലീപിൻ്റെ പങ്ക് പൂർണ്ണമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു എന്ന് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അതെ, ഇതിൽ പ്രധാനമായിട്ട് ഈ കേസുണ്ടായതിന് ശേഷം ദിലീപ് എന്ന വ്യക്തിയിലല്ലാതെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലല്ലാതെ ആരുടെ പേരിലും ആരോപണം നടിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ആകെ അവരുടെ ശത്രുതയുള്ള ഒരേ ഒരു മനുഷ്യൻ ഇത് ഈ വ്യക്തിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് എന്നെ തുടർന്ന് പറഞ്ഞു, എന്നെ ഇത് വിദ്വേഷമുണ്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ചില ഇടപാടുകളുണ്ട്, അതുപോലെ തന്നെ എന്നെ സിനിമയിൽ നിന്ന് വിലക്കി, അതിനുശേഷം എന്നെ പല രീതിയിലും ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് വിട്ടുപോകേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഞാനാണ് പിന്നെ ഇവരുടെ പഴയ വിവാഹബന്ധത്തിൽ ഇടപെട്ടിട്ട് അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞ് നിരവധി ആരോപണങ്ങൾ, സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതായത് വ്യക്തി വൈരാഗ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാകത്തിലുള്ള മൊഴി ആക്രമിക്കപ്പെട്ട നടിയിൽ നിന്ന് വന്നു കഴിഞ്ഞു ആദ്യം തന്നെ. അപ്പോൾ വന്നപ്പോൾ അതൊക്കെ എനിക്ക് പരിചയം, എനിക്ക് വിദ്വേഷമില്ല എന്ന് പറഞ്ഞു, ഞാനിവരെ തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, ഞാനിവരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം നിഷേധിക്കുക ചെയ്ത്. അതിനുശേഷം ആ നിഷേധിച്ചതൊക്കെ തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്ക് ഇതിന് കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിലേക്ക് തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സംഭവം അറിഞ്ഞതിനെപ്പറ്റി ചോദിക്കുമ്പം ഒരു ഡയറക്ടർ അദ്ദേഹത്തിനെ വിളിച്ചു, കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇത് പിന്നെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുകയും പക്ഷേ 12 സെക്കൻഡ് കൊണ്ട് ഇത് കട്ട് ചെയ്യുകയും ആൻഡോ ജോസഫ് വിളിച്ചപ്പോൾ അവിടാണ് ഏറ്റവും കൂടുതൽ സംശയം, എന്നെ പോലുള്ള വ്യക്തികളെ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകും. കാരണം ഇനി എത്ര വിദ്വേഷം ഉണ്ടായാൽ തന്നെയും ആ വ്യക്തിയെ വിളിക്കുന്ന അവസരത്തിൽ ഒരു സംഭവം അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ചോദിക്കും. അറിഞ്ഞെങ്കിൽ ഞാൻ അറിഞ്ഞു എന്ന് പറയണം, അത് അങ്ങ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണോ, അങ്ങനെ പറഞ്ഞിട്ട് എന്തോ 2 വാചകം പറഞ്ഞതിന് ശേഷം കട്ട് ചെയ്തു എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ എന്ത് വിദ്വേഷമുള്ളായാലും ശരി നമുക്കെല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രമാദമായ ഒരു സംഭവം നടന്ന സാഹചര്യത്തിൽ അത് അദ്ദേഹം നിഷേധിച്ചു. അല്ല പിന്നെ ഞാനങ്ങനെ വിളിച്ചു, ഞാനന്ന് തലേദിവസം മുഴുവൻ ഫോൺ എടുത്തില്ല. എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല? സാധാരണ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യാറില്ല, ഷൂട്ടിംഗ് ടൈം അല്ലാതെ. അങ്ങനെയാണ് പോലീസിൻ്റെ തെളിവിൽ. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ വ്യക്തി അത് കഴിഞ്ഞ് പൾസർ സുനിയെ ഞാൻ അറിയില്ല, ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. കണ്ടു എന്ന് വന്നു. ഫോൺ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ഫോൺ ബന്ധപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ മാനേജറായ ഡ്രൈവർ തന്നെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ നിഷേധിക്കുകയും അതേപോലെ തന്നെ ഈ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന സാഹചര്യം പറയുന്നതിന് പകരം അതിന് മുഴുവൻ നടിയെ പഴിക്കുകയാണ്. ഇവരും പണ്ട് നേരത്തെ സുഹൃത്തുക്കളാണ്, സുഹൃത്തിനെ തിരഞ്ഞെടുത്തേ പറ്റിയ തെറ്റാണ്, പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെയ്ത ഒരു അപരാധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുറ്റത്തിൻ്റെ പ്രതികരണമായിട്ടാണ് എനിക്കൊക്കെ തോന്നിയത്. അതുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിലേക്ക് തന്നെ ഇങ്ങനെ വിരൽ ചൂണ്ടിയിരുന്നു. ആ വിരൽ ചൂണ്ടിരിക്കുമ്പം അതിന് തെളിവുകൾ ലഭിക്കില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് സ്വാധീനിക്കാം, അല്ലെങ്കിൽ എൻ്റെ താരപ്രഭയിൽ ഇതെല്ലാം മുങ്ങിപ്പോകുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അതൊന്നും നടക്കാതെ വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പത്രങ്ങളുടെ ഇടപെടും, ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ വന്നപ്പം അത് ഒരു രീതിയിലും ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാൻ പറ്റാത്ത, പിന്നെ അന്വേഷിച്ചേ മതിയാകൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് പോലീസ് എത്തി. അപ്പോൾ പോലീസ് എത്തുമ്പോൾ പോലീസ് മുന്നോട്ട് പോകുമ്പോൾ ടവർ ലൊക്കേഷൻ കിട്ടും, CDR-ൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഇവരെല്ലാം ഒരു സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായി, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ തെളിഞ്ഞു. അപ്പോൾ ഓരോന്ന് അദ്ദേഹം പറഞ്ഞ് ഓരോ ഡിഫൻസും ശരിയല്ല എന്നുള്ള രീതി വന്നപ്പം അദ്ദേഹത്തിലേക്ക് തന്നെയല്ലേ ഇത് പോകുന്നത്. ആ പോകുന്നത് ഇപ്പം അത് തെളിവുകൾ സഹിതം പോലീസിന് ഏറെക്കുറെ, അതായത് പ്രഥമദൃഷ്ട്യാ അദ്ദേഹം അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഉതകുന്ന തെളിവ് പോലീസിൽ ശേഖരിച്ചതിന് ശേഷം മുഴുവൻ തെളിവുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തപ്പം പോലീസിനോട് പറഞ്ഞിട്ടില്ല, കസ്റ്റഡിയിൽ എടുത്തപ്പോൾ പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞതിന് ശേഷം 4 പ്രാവശ്യം റിമാൻഡിന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മിണ്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. ഇത്രയും ഡിലേ ഒക്കെ. പിന്നെ 2013 ഗൂഢാലോചന തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ 4 കൊല്ലമൊക്കെ ഒരു ഗൂഢാലോചന തുടങ്ങുന്ന ഒരു കേസും നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ 2013 മുതൽ ഇതുവരെ ഉണ്ടായ എല്ലാ സംഭവ വികാസങ്ങളും ഇതിൻ്റെ പ്രോഗ്രസ്സും ഒക്കെ പോലീസ് കണ്ടുപിടിക്കേണ്ടി വരും. അതൊന്നും എനിക്ക് തോന്നുന്നില്ല സാധിക്കുമെന്നുള്ളത്. പിന്നെ പൾസർ സുനി ഒരിക്കലും ഞാൻ ഇന്ന രാതി ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം സമ്മതിച്ചിട്ടുമില്ല കേസ്.
അപ്പോൾ ആ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ കേസിലേക്ക് കൂടുതൽ തെളിവുകൾ പോലീസിന് കിട്ടണമെന്നുള്ള സാഹചര്യം വളരെ ദുഷ്കരമാണ്. അതുപോലെ ഇത് എല്ലാ ലിങ്കുകളും ഒരു സ്ഥലത്തുണ്ടായിരുന്നു പറഞ്ഞാൽ അവിടെ സ്ഥലത്ത് ഇവരെ കണ്ടു, സംസാരിച്ചെങ്കിൽ സംസാരിച്ചത് കണ്ടു എന്നുള്ളതല്ല. ഫോണിൽ നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്ന് എന്ത് സംസാരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാലും ഗൂഢാലോചനയ്ക്ക് ഉപോത്ബലകമായ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. അത് കണ്ണിവിടാതെ ഇതിനെ ബന്ധിക്കുക മാത്രമേ ഗൂഢാലോചന നിൽക്കുകയുള്ളൂ. അല്ല, ഈ ഒരു അറസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് സ്വാഭാവികമായും ദിലീപിനെ പോലെ ഒരാൾ, നാട്ടുകാരുടെ മുന്നിൽ പ്രതിച്ഛായ നിലനിർത്തിയിട്ടുള്ള ഒരാൾ, ഈ പറയുന്ന താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഒരു താരശോഭയിൽ നിന്നിരുന്ന ഒരാൾ, പൊതുസമൂഹത്തിൽ ആദരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാളെ ഇതുപോലൊരു കേസിൽ ഗൂഢാലോചനയിൽ കണ്ണി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഫുൾ പ്രൂഫ് ആയിരിക്കണമല്ലോ. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തുടക്കം മുതൽ ഈ ഗൂഢാലോചന തുടങ്ങിയത് മുതൽ അവസാനം ഈ കൃത്യനിർവഹണത്തിൽ വരെ ഫ്രം റൂട്ട് ടു ദ ഫ്രൂട്ട് ഇയാളുടെ ഇടപെടൽ കണ്ണി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള തെളിവുകളായി കാണുമോ? ഇല്ല, അവിടെ ഇവിടെയും പ്രധാനപ്പെട്ട ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവും. അത് പൂർണ്ണമായിട്ട് ഇപ്പം താങ്കൾ പറഞ്ഞ മാതിരി ഒരു റൂട്ട് ടു ഫ്രൂട്ട് സംഭവിച്ചു. റൂട്ട് ടു ഫ്രൂട്ട് ബന്ധിക്കണം, അല്ലാണ്ട് മുറിച്ച കൊമ്പയിൽ ഫ്രൂട്ട് വെച്ചിട്ട് ഈ ട്രീയുടെ ആവില്ല. അപ്പോൾ അതേമാതിരി തന്നെ ഈ ഫ്രൂട്ട് വരെ എത്തുന്നത് ഇതേ മരത്തിൽ കൂടെ തന്നെയാണ്, അത് ഛേദിക്കപ്പെട്ട മരമല്ലായിരുന്നു എന്നുള്ള രീതിയിൽ എത്തിക്കാൻ പൂർണ്ണമായിട്ട് ആ മരമായിട്ട് തന്നെ കൊണ്ടുവരേണ്ടി പറ്റും. ഞാൻ വരാം. അതാണ് പ്രശ്നം. അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, 120B 120B IPCയിലെ ക്രിമിനൽ ഗൂഢാലോചന, പിന്നീട് അങ്ങോട്ട് അന്യായമായി തടഞ്ഞുവെക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടബലാത്സംഗം, മോഷണ വസ്തു കൈവശം വയ്ക്കൽ, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ, കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിക്കൽ, പൊതുവായ ഉദ്ദേശത്തോടെ കോമൺ ഇൻറ്റൻഷനിൽ നടത്തുന്ന കുറ്റം ചെയ്യൽ, അതിനൊക്കെ പുറമെ IT ആക്ടിലെ 66C 67A വകുപ്പ്. ഇതാണ് ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ. താങ്കൾ പറയാൻ പോകുന്നത് പോലെ 120B ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഈ കുറ്റകൃത്യത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്താണോ ആ ശിക്ഷ ഇതിൻ്റെ പങ്കാളി എന്ന നിലയിൽ ഈ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ദിലീപിനും കിട്ടണം. അങ്ങനെയാണ് ഈ കേസ് നിലനിൽക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 120B ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി 120B IPC ഇത് നിലനിൽക്കണമെങ്കിൽ, നിലനിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് തെളിയിക്കപ്പെട്ടാൽ മാത്രമല്ലേ ശ്രീ ഉണ്ണികൃഷ്ണൻ പിന്നീട് അങ്ങോട്ട് പൾസർ സുനിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഈ ബാക്കി വകുപ്പുകളെല്ലാം ദിലീപിനും ബാധകമാകുകയുള്ളൂ. ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു ഇവിടെ വിശദീകരിച്ചു പോലീസ് ഏത് നിലക്കായിരിക്കും ഈ കേസ് അന്വേഷണം പൂർത്തീകരിച്ചിട്ടുണ്ടാവുക, ഏത് തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കപ്പെട്ട ശേഷമായിരിക്കും ദിലീപിനെ പോലെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫുൾ പ്രൂഫായി തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള തെളിവ് ശേഖരണം പോലീസിൻ്റെ കൈവശം ഉണ്ടാകുമോ? ഇനി അഥവാ അത് ഇല്ല എങ്കിൽ ദിലീപിൻ്റെ അഭിഭാഷകൻ രാംകുമാർ പറഞ്ഞതുപോലെ പോലീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ എവിഡൻസുകളെല്ലാം, ഈ തെളിവുകളെല്ലാം എന്ന് വാദിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ എന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിൽ ഇതിലെ പഴുതുകളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ ദിലീപിന് സാധിക്കില്ലേ? നാളെ അങ്കമാലിയിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ലീന റിയാസിന് മുന്നിലേക്ക് ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും ഒരേ സമയം എത്തുമ്പോൾ പോലീസിന് ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുമോ? എന്തായിരിക്കും ഇനി നിയമത്തിൻ്റെ വഴിയിൽ ഈ കേസിന് സംഭവിക്കാൻ സാധ്യതയുള്ള അതിൻ്റെ സഞ്ചാരം? അല്ല, ഇതിനകത്ത് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള പോലീസ് ഇപ്പോൾ ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ. പ്രഥമ ദൃഷ്ടിയ ഉള്ള കുറേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പോലീസ് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ കുറ്റം പൂർണ്ണമായി ചെയ്തു എന്ന് വെളിവാക്കപ്പെട്ടിട്ടല്ല. ഇനി പോലീസിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് പോലീസിൻ്റെ മുമ്പിലുള്ളത്. ഇത് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ക്രിമിനൽ ഗൂഢാലോചനയാണ്. അത് മറ്റേ പൾസർ സുനിക്ക് എതിരെ ആരോപിച്ചിരിക്കുന്ന ആ കുറ്റങ്ങൾ ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അപ്പോൾ പൾസർ സുനി ചെയ്ത കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് തെളിവുകൾ എടുത്തതിന് ശേഷം പൾസർ സുനിയെ ജയിലിലടയ്ക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണ്ടത് ആ കുറ്റകൃത്യം ചെയ്യാനായിട്ട് പൾസർ സുനിയെ വിട്ടതിനും
അതിൻ്റെ ഗൂഢാലോചന നടത്തിയതിനുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പ്രഥമ ദൃഷ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി അതിനുശേഷമായിരിക്കണം ഈ ഇപ്പോഴത്തെ പ്രതിയാക്കപ്പെട്ട നടനെ നാളെ മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം കൂടുതൽ തെളിവുകൾ ഇനി കണ്ടെടുക്കാനായിട്ടുള്ളത്. അതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ തെളിവുകളെല്ലാം കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള തെളിവുകളാണ് പോലീസിന് കണ്ടെടുക്കാനുള്ളത്. ഒന്ന്, ശാസ്ത്രീയമായ തെളിവുകൾ, സയൻറ്റിഫിക് എവിഡൻസ്, ഇപ്പോൾ ഈ കോൾ ഡീറ്റെയിൽസ് അതുപോലുള്ളത്. 2, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവുകൾ. 3, ഡയറക്റ്റ് എവിഡൻസ്, അതായത് ഇത് കണ്ടുനിന്ന, അതായത് ഈ സാഹചര്യ തെളിവുകളുടെയും ഈ സയൻറ്റിഫിക് എവിഡൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഇവരെ ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടോ, ഇവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ, ആ കാര്യങ്ങളെ സംബന്ധിച്ചും ഡയറക്റ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മറ്റാരെങ്കിലും അങ്ങനെയുള്ള ആളുകളെ കണ്ടു ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ 3 തെളിവുകളും ക്രോഡീകരിച്ചതിന് ശേഷം കൃത്യമായ ആ ലിങ്ക് ഒരിക്കലും മിസ്സിങ് ആവാതെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന് ശേഷം കോടതിയാണ് ഇപ്പോൾ ഈ പറയുന്ന തെളിവുകളൊക്കെ പോലീസ് പറയുന്നതായിട്ടുള്ള തെളിവുകൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടത്. അതൊരു വലിയ ഒരു വളരെ ശുഷ്കാന്തിയോടുകൂടി പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഒരു സംശയം. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, സാധാരണ നിലയിൽ താങ്കൾക്ക് തന്നെ നന്നായി അറിയുന്നത് പോലെ പൊതുവിൽ ഇത്തരം ഗൂഢാലോചന കേസുകൾ തെളിയിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പ്രതി ചേർക്കപ്പെട്ടവർക്ക് സ്വതന്ത്രമായി പോകാനുള്ള സാധ്യത ഇത്തരം കേസുകളിൽ ധാരാളം ഉണ്ടെന്നുള്ളതാണ്. അഡ്വക്കേറ്റ് രാംകുമാർ ഇന്ന് തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസ് കെട്ടിച്ചമച്ച, പോലീസ് രൂപപ്പെടുത്തിയെടുത്ത, പോലീസ് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത തെളിവുകളെ കുറിച്ചാണ്. ഇങ്ങനെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത തെളിവുകളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അഡ്വക്കേറ്റ് രാംകുമാർ ഒരുപക്ഷെ അദ്ദേഹം കോടതിയിൽ ശ്രമിക്കുക, ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലൊരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടോ, എവിടെയെങ്കിലും സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ പാകത്തിൽ ഇവിടെ ശേഖരിക്കപ്പെട്ട തെളിവുകളിൽ പഴുതുകളുണ്ടോ എന്നായിരിക്കും അദ്ദേഹത്തിനുള്ളിലെ ക്രിമിനൽ അഭിഭാഷകന്റെ കൂർമ്മബുദ്ധി പ്രവർത്തിക്കുക. അതില്ലാതാക്കാൻ, അതിനെ പഴുതുകൾ അടച്ച് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും പോലീസിന് കഴിയണം. അവിടെ ഈ പറഞ്ഞതുപോലെ ഫ്രം ദ റൂട്ട് ടു ദ ഫ്രൂട്ട്, അതുവരെ ഈ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കാളിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ ഇനിയും സമയം ആവശ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഇപ്പോഴുള്ളത് തന്നെ അത് കൃത്യമായി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ദിലീപിന് ഇപ്പോൾ ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പ് പ്രകാരം അതൊരു നോൺ ബെയിലബിൾ ആണ്. പക്ഷേ ജാമ്യം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, നാളെ ഹൈക്കോടതിയിലെത്തിയോ മറ്റോ, അങ്ങനെയാണെങ്കിൽ പോലീസിന് ശേഖരിക്കപ്പെട്ട തെളിവുകൾ ദുർബലമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരില്ലേ? അല്ല, ഇപ്പോൾ നമ്മുടെ റിട്ടയർഡ് SP തന്നെ അദ്ദേഹം അവിടെ ഇരുന്നു കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് തന്നെ കറക്റ്റാണ്. അതായത് ഇപ്പോൾ ഈ തെളിവുകൾ എല്ലാം ശരിയായ രീതിയിൽ, ശക്തമായ രീതിയിൽ മിസ്സിംഗ് ലിങ്ക് ഇല്ലാതെ ഹാജരാക്കേണ്ട ചുമതല സംശയലേശമന്യേ, അതാണ് ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട്, പോലീസാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അതിന് ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടായാൽ പോലും അതിൻ്റെ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കൊടുക്കണമെന്നാണ് ഇന്ത്യൻ നിയമഘടന അനുശാസിക്കുന്നത്. അത് കോടതിക്ക് കൊടുത്തേ മതിയാവൂ. അപ്പോൾ നമ്മുടെ കോടതി, ഒരു കാര്യം നമ്മളാരും വിസ്മരിക്കേണ്ട, കോടതിയുടെ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് കോടതി ഒരാളിനെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നത് വരെയും അയാളെ ഒരു ആരോപിതനായിട്ടേ കാണാൻ പറ്റുള്ളൂ, കുറ്റം ചെയ്ത ആളായിട്ട് കാണാൻ പറ്റില്ല. അതാണ് ടിൽ ദ ഗിൽറ്റ് ഈസ് പ്രൂവ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ, അത് അന്നേരം മാത്രമേ അയാളെ കുറ്റവാളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ സംശയത്തിന്റെ എപ്പോഴും പ്രതിയുടെ കൂടെ ഇതിൽ വിശദീകരണവും വിശദാംശങ്ങളും വ്യക്തതയും ആവശ്യമാണ്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഈ ചർച്ചയിൽ ഇന്നൊരു പ്രത്യേക അതിഥി നമ്മളോടൊപ്പമുണ്ട്. അത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാറാണ്. രഞ്ജു രഞ്ജിമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുംബൈയിൽ നിന്നാണ്. രഞ്ജു രഞ്ജിമാറിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാങ്കത്യം ആക്രമിക്കപ്പെട്ട നടിയുടെ എല്ലാ തരത്തിലുള്ള ഒരു വ്യക്തിപരമായ അടുപ്പം പുലർത്തുകയും അവരുമായി വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലാണ്. രഞ്ജു രഞ്ജിമാർ, ദിലീപ്, സഹപ്രവർത്തകനായ ദിലീപ് ആണ്
ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായതെന്നും ഇതിന് പിന്നിൽ ചരട് വലിച്ചതെന്നുമാണ് ഇപ്പോൾ അറസ്റ്റിലൂടെ പൊതുജനം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞപ്പോൾ ആക്രമിക്കപ്പെട്ട ആക്രമണത്തിനിരയായ നടി എന്താണ് താങ്കളോട് പറഞ്ഞത്? എന്തെങ്കിലും കാര്യങ്ങൾ താങ്കളുമായി ഷെയർ ചെയ്തോ? തീർച്ചയായിട്ടും ഇന്നലെ ഏകദേശം ഒരു 5:30 മണിയോടുകൂടിയാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത്. ദിലീപേട്ടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു കൊള്ളിയാൻ മിന്നിപ്പോകുന്നത് പോലെ നെഞ്ചിലൂടെ ഒരു വല്ലാത്തൊരു വേദന. കാരണം അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ് ഞാൻ, തൊട്ടടുത്ത് താമസിക്കുന്നൊരു വ്യക്തിയാണ്. ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ഇദ്ദേഹം ഒരു 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അപ്പോൾ ഇദ്ദേഹം ഇത്ര ക്രൂരകൃത്യത്തിന് ചരട് വലിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തികച്ചും അത് സത്യസന്ധമായിരിക്കും, പോലീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന സത്യസന്ധമായ അന്വേഷണമാണ് ഇവിടം വരെ ഇത് എത്തിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവളുമായിട്ട് അപ്പോൾ തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തു. ആദ്യമേ പോലെ തന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു സത്യം ജയിക്കും, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ സത്യം ജയിക്കുമെന്ന്. ഞാൻ അവളോട് പറഞ്ഞു, മോളെ സത്യം ജയിച്ചു. ബിക്കോസ് ഞാൻ അവളെ എനിക്ക് എൻ്റെ മകളാണ്. എനിക്കൊരു ഗർഭപാത്രം ഉണ്ടായിരുന്നെങ്കിൽ പ്രസവിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നൊരു പെൺകുട്ടിയാണ് അവൾ. അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു എന്നറിഞ്ഞപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽക്കാൾ ഉപരി ഒരു അമ്മയുടെ മനസ്സ് എങ്ങനെയായിരിക്കും വേദനിക്കുന്നത്, ആ ഒരു വേദനയായിരുന്നു എനിക്ക്. താങ്കൾ നേരത്തെ താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ തുടക്കം മുതലേ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന്. അതെന്താണ് തുടക്കം മുതൽ തന്നെ ദിലീപിനെ സംശയിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ദിലീപിനെ സംശയിക്കാൻ കാരണം മലയാള സിനിമ ദിലീപിനെ സംശയിക്കുക എന്നുള്ള ഒരു കാരണമല്ല. കാരണം അവൾ മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഇത്രയും വർഷമായി എല്ലാ ആർട്ടിസ്റ്റുകളോടും ഈവൻ യൂണിറ്റിനോടാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി പോസിറ്റീവ് മൈൻഡോടുകൂടി ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ അത് ഡിസ്കഷനിൽ വരുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്? പല സിനിമകളിൽ നിന്ന് പുള്ളിക്കാരത്ത് തഴയപ്പെടുന്നു. എഗ്രിമെൻ്റ് ഒപ്പിട്ട സിനിമകൾ പോലും പുള്ളിക്കാരത്തെ കൈകളിൽ നിന്ന് പോകുന്നു. ഇതെല്ലാം സംസാരിക്കുമ്പോഴെല്ലാം മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. പുള്ളി ഇനിയെങ്കിലും ഇവരുടെ ഭാഗത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് രണ്ടു കൂട്ടരും പറഞ്ഞ് സംസാരിച്ച് രമ്യതയിൽ എത്തുക എന്നുള്ളതായിരുന്നു ആദ്യം മുതലേ വേണ്ടിയിരുന്നത്. ഇത്രയും ഒരു ശത്രുത മനസ്സിൽ വെച്ച് പുലർത്തി ഇത്രയും വരെ എത്തിക്കുമെന്നുള്ളത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. താങ്കൾ പറഞ്ഞത് ഒരുപക്ഷെ അതിന്റെ പകുതി ഭാഗം ഞാനും മനസ്സിലാക്കുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ദിലീപ് ബോധപൂർവ്വം ഇടപെട്ടു എന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ആ സമയത്ത് തന്നെ ചർച്ചയായതും പിന്നീട് വ്യക്തമായതുമൊക്കെയാണ്. പക്ഷേ ഇതുപോലെ നികൃഷ്ടമായ രീതിയിൽ പ്രതികാരം ചെയ്യാൻ പാകത്തിൽ തരം താണ ഒരു വ്യക്തിത്വമാണ് ദിലീപിനുള്ളത് എന്ന് ഈ ആക്രമിക്കപ്പെട്ട നടി താങ്കളോട് പറഞ്ഞോ? അങ്ങനെ വിശ്വസിച്ചോ? ഒരിക്കലുമില്ല. ഈ നിമിഷം വരെ അവളോ അവളുടെ സുഹൃത്തുക്കളോ ഈവൻ ഞാനോ പോലും പറയുന്നില്ല ഇദ്ദേഹമാണ് ഇത് ചെയ്തത് എന്ന്. പക്ഷേ പോലീസിന്റെ അന്വേഷണം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. ആ സ്ട്രോങ് ആണല്ലോ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ നിമിഷം വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വളർച്ചയെ കാണുന്നു, അവരുടെ വളർച്ചയുടെ വിഷമങ്ങൾ കാണുന്നു. അതൊരു സത്യസന്ധമായിട്ടൊരു അച്ഛനാണെന്ന് പല ഇന്റർവ്യൂസിലും അദ്ദേഹം തെളിയിച്ചു. പക്ഷെ ആ ഒരു അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പല ഇന്റർവ്യൂവിലും പുള്ളിക്കാരൻ ആദ്യത്തെ ഇതിൽ തന്നെ അനുശോചനം രേഖപ്പെടുത്തി വന്നു. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു, അയ്യോ ഇദ്ദേഹം ആയിരിക്കില്ല. പക്ഷെ ഈ നിമിഷം വരെ ആ കുട്ടി പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഇദ്ദേഹമാണ് എന്ന്, ഇതുവരെ സംസാരിച്ചില്ല. എന്തിന് ഈ സംഭവത്തിന്റെ ഒരു കാര്യങ്ങൾ പോലും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറില്ല. കാരണം എനിക്ക് അവളെ എത്രത്തോളം സന്തോഷിപ്പിക്കാം അത് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പറഞ്ഞ് അവളെ മനസ്സിൽ വിഷമിപ്പിക്കുക എന്നുള്ള ഒരു സന്ദർഭം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിലൊരു പ്രശ്നം, ഈ സംഭവം ഉണ്ടാവുകയും പിന്നീട് സഹപ്രവർത്തകരായവരെല്ലാവരും തന്നെ പ്രതിഷേധ യോഗങ്ങൾ നടത്തുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ഉണ്ടായി. പക്ഷേ ഒരു ഘട്ടത്തിൽ സംശയങ്ങൾ മുഴുവൻ ദിലീപിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. സംശയങ്ങളെല്ലാം ദിലീപിലേക്ക് നീളുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ ദിലീപ് നിറഞ്ഞു നിന്നു. പ്രതികരണവുമായി ദിലീപ് തന്നെ രംഗത്തെത്തി. ഗൂഢാലോചന നടക്കുന്നുണ്ട്, ദിലീപിനെ തകർക്കാൻ എന്ന് അദ്ദേഹം തന്നെ വാദിച്ചു. ഈ ഘട്ടത്തിലൊക്കെ സജീവമായി മറുഭാഗത്ത് പറഞ്ഞു കേട്ട പേർ ദിലീപിൻ്റേത് മാത്രമായിരുന്നു. ഈ സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ഈ ആക്രമണത്തിനിരയായ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ഈ നടി ദിലീപ് ഇങ്ങനെ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ പറഞ്ഞിരുന്നു?
ഒരിക്കലുമില്ല. അവൾക്ക് വിശ്വാസവും ഇല്ല, അവിശ്വാസവും ഇല്ല. ഇതാരായിരുന്നോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതിന് എതിരെ ആദ്യമായിട്ട് കൈ ഉയർത്തിയ നടൻ പൃഥ്വിരാജിനെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ സമീപനമാണ് ഒരുപക്ഷെ അവൾക്കൊരു പുതു ജീവിതം തന്നെ കൊടുത്തത്. സിനിമ ഇൻഡസ്ട്രിയിൽ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരാൻ അവൾക്കൊരു ഊർജം പകർന്നത് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയായിരുന്നു. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് തന്നെ എനിക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഈ ദിലീപ് കുറെ നാളുകളായി, വർഷങ്ങളായി ബോധപൂർവം ഈ നടിയെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ദിലീപിന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ ഒരു ശത്രുതാ മനോഭാവം ദിലീപിനുണ്ടായിരുന്നു എന്നും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ദിലീപിനെ സംശയിക്കാതിരുന്നത്? സംശയിക്കാതിരിക്കുക എന്നുള്ളത് ഇത്രയും ക്രൂരമായ ഒരു സമീപനം, അതായത് മലയാള സിനിമയിൽ തന്നെയല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ എത്രയോ ശത്രുതകൾ നിലനിന്ന് പോകുന്നു. ഈവൻ ബോളിവുഡിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ശത്രുതയുണ്ട്. പക്ഷെ ഇത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു സമീപനം വന്നപ്പോൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അദ്ദേഹം തന്നെ ആയിരിക്കുമോ? ഒരിക്കലും അല്ല. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനൊരു പെൺകുട്ടി ഉള്ളതല്ലേ എന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചത്. ഇപ്പോൾ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ കേസിൽ ദിലീപിന്റെ പങ്കാളിത്തമുണ്ട്, അതിന് വ്യക്തമായ തെളിവ് കിട്ടിയിരിക്കുന്നു എന്ന് പോലീസ് മേധാവികൾ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ നടി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇന്നലെ മുതൽ ഈ നിമിഷം വരെ, ഞാൻ ഈ ലൈവിൽ വരുന്നതിന് ഒരു 5 മിനിറ്റ് വരെ പോലും ഞാൻ അവളുമായിട്ട് ചാറ്റ് ചെയ്തു. ഒന്നും അവൾ പ്രതികരിക്കുന്നില്ല. അവൾക്ക് ഈ സത്യം പുറത്തു വരണം, ഇനിയും സത്യം പുറത്തു വരണം. എല്ലാവർക്കും കൂടെ സഹകരിച്ച എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുക മാത്രമാണ്. അതല്ല, ഇപ്പോൾ ഇതിനകത്ത് ദിലീപ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടോ? വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് നിരത്തിവെച്ച തെളിവുകൾ നമ്മളെ വിശ്വസിപ്പിക്കുന്നു. അതായത് ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടി വിശ്വസിക്കുന്നു ദിലീപ് തന്നെയാണ് ഇതിന് പിന്നിൽ. കേരള പോലീസ് ശരിയായ രീതിയിൽ കാര്യങ്ങൾ സത്യം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസരമാണ്, സന്ദർഭമാണ്. കാരണം പോലീസ് നിരത്തി വെച്ചിരിക്കുന്ന തെളിവുകൾ നമുക്കാർക്കും തട്ടിക്കളയാൻ പറ്റാത്ത തരത്തിലാണ് പോലീസ് തെളിവുകൾ നിരത്തി വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ വരുന്ന അഡ്വക്കേറ്റ് രാംകുമാർ സാറ് പറയുന്ന വാക്കുകൾ അത് എത്രത്തോളം വില പോകുമെന്ന് കോടതി തെളിയിക്കട്ടെ. അല്ല, ഇപ്പോൾ ദിലീപ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ നടി താങ്കളോട് പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയുമോ? അതേപോലെ പ്രേക്ഷകർ കേൾക്കട്ടെ. ഒന്നും പറഞ്ഞില്ല. പ്രേക്ഷകരോട് പറയാനുള്ളത് അവൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിന്റെ പുരോഗമനം, സാധാരണ രീതിയിൽ എത്രയോ വർഷങ്ങളെടുത്ത് കൊണ്ടുവരേണ്ട കേസ് നിസ്സാരമായ 4 മാസങ്ങൾക്കുള്ളിൽ തന്നെ യഥാർത്ഥ പ്രതിയിലേക്ക് ചെന്നെത്തുകയും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് സംഭവിച്ചത് എന്ന് ഉള്ളത് അവളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. കാരണം അവൾ ഒരു നിമിഷം പോലും ഇദ്ദേഹം ആയിരിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നത് ഇദ്ദേഹമാണ് എന്ന് പോലീസ് നിരത്തി വെക്കുന്ന തെളിവുകളുടെ മുമ്പിൽ നമ്മൾ പകച്ചു പോവുകയാണ്. ഇത് മാത്രമാണ് അവൾ ചെയ്യുന്നത്. അവൾക്കിപ്പം തുള്ളിച്ചാടാനോ സന്തോഷിക്കാനോ കൊട്ടിയാഘോഷിക്കാനോ പടക്കം പൊട്ടിക്കാനോ ഒന്നും പറ്റാത്ത മാനസികാവസ്ഥയാണ്. അവളൊരു നിസ്സഹാവസ്ഥയിൽ ഇരിക്കുവാണ്. ഇദ്ദേഹം ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾ നിസ്സഹയാണ്. അവൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം അവളൊരു വല്ലാത്തൊരവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. രഞ്ജിമാർ, ഒരു തരത്തിലും അവരെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്താനോ അസ്വസ്ഥതപ്പെടുത്താനോ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഈ പൊതുസമൂഹം മുഴുവൻ അവർക്ക് പിന്തുണ അറിയിച്ച് കൂടെ നിന്നതാണ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പൊതുസമൂഹം മുഴുവൻ. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ ഈ കേസ് നേർവഴിക്ക് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. വളരെ ചെറിയൊരു ഇടവേള ഞാൻ എടുക്കുന്നു. രഞ്ജിമാർ, താങ്കൾ ഇനിയും ഉണ്ടാകണം ഈ ചർച്ചയിൽ. കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ അതിഥികൾ എന്നോടൊപ്പം ഉണ്ടാകും. തുടർന്നും ചർച്ച ചെയ്യുന്നു. സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ പി ഗീതയിലേക്കാണ് ഞാൻ ഈ ചർച്ചയിൽ ഇനി എൻ്റെ ചോദ്യങ്ങൾ ഡോക്ടർ പി ഗീതയോടാണ്. ശ്രീമതി ഗീത, ഈ കൊച്ചിയിൽ വെച്ച് ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവം കേവലം ഒരു ചലച്ചിത്ര താരത്തിനുണ്ടായ ദുരനുഭവം എന്ന നിലയിലല്ല, കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചോദ്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ നിന്ന് ഉയർന്നു വന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീ നേരിടുന്ന അരക്ഷിതത്വം, സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ട പുതിയ ചോദ്യങ്ങൾ,
തൊഴിലിടങ്ങളിൽ സ്ത്രീക്ക് ലഭിക്കുന്ന പരിഗണന സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ, ഇങ്ങനെ പല നിലയ്ക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സുപ്രധാന വിഷയമാണ് കേരളത്തിൻ്റെ പൊതു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഈ സംഭവം. അതിൽ ഒരു താരപരിവേഷമുള്ള വ്യക്തി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതെല്ലാം അതിൻ്റെ വാർത്താമൂല്യമാണ്. അതിനപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ ആഴം. ഡോക്ടർ പി ഗീത, ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് ഒരു പാഠമാകേണ്ടത്? അതായത് ഈ നിയമവ്യവസ്ഥ, അതിൻ്റെ നടത്തിപ്പ്, ശരിയായ പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തിയ സാഹചര്യം, ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്ന ഭരണകൂടത്തിൻ്റെ നിലപാട്, പരിവേഷവും പണവും ഒന്നും ഇതുപോലെ സ്ത്രീക്ക് നീതി കിട്ടുന്ന കാര്യത്തിൽ തടസ്സമായി നിൽക്കില്ല എന്ന സൂചന നൽകുന്ന സർക്കാരിൻ്റെ ഇടപെടൽ, ഇതെല്ലാം ഏത് നിലയ്ക്കുള്ള ഒരു സാമൂഹ്യ പാഠമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വിഷയത്തിൽ ഇപ്പം നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ചിരുന്ന ആൾക്കാരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കേൾക്കുന്ന നിമിഷം തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് ഇതിലൊരു ഗൂഢാലോചനയുണ്ട്, കുറ്റകരമായൊരു ഗൂഢാലോചന. അത് അവരുടെ ടെക്നിക്കൽ ടേംസിൽ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഒരു സംഗതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. രണ്ടാമത് ഇതിനെ പ്രസക്തമാക്കുന്ന ഒരു ഘടകം, ഇപ്പോൾ ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇപ്പോൾ കേരളത്തിൽ സൂര്യനെല്ലി കേസ് മുതൽക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീപീഡന കേസുകളിലും ഇത്തരത്തിലുള്ള ഒരു കുറ്റകരമായൊരു ആസൂത്രണവും ഗൂഢാലോചനയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കേസ് സമൂഹത്തിൻ്റെ മുമ്പിലുണ്ടാക്കിയിട്ടുള്ള അധികമായ ഉത്കണ്ഠ എന്നുള്ളത്, നമ്മൾ കൊല്ലാനൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ ബലാത്സംഗത്തിന് ഒരു സ്ത്രീയെ അപമാനിക്കാൻ ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു ഘടകം. ഈ കോൺസ്പിറസി, ഈ ആസൂത്രണം ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള കാര്യം. അതായത് പൾസർ സുനി എന്ന് പറയുന്ന ആള് ഈ നടിയോട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു ഭ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല അയാൾ അങ്ങനെ ചെയ്തത് എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം അത്ര വലിയൊരു സെലിബ്രിറ്റിയെ, അയാളുടെ ജോലിക്കാരനായിട്ടുള്ള ആൾ അങ്ങനെ ചെയ്തുവിടാൻ ഞാൻ വർഗപരമായിട്ടുള്ള സംഗതി അല്ല പറയുന്നത്, മറിച്ച് അവരെ തൊഴിലിടത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലെങ്കിലും അത്തരത്തിലുള്ള ഒരു സമീപനം അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അയാൾക്ക് ധൈര്യം വരില്ല. അയാൾക്ക് അതിന് ധൈര്യം വരണമെങ്കിൽ അയാളുടെ പിന്നിൽ ഒരു ശക്തി തീർച്ചയായിട്ടും പ്രവർത്തിക്കണം. അല്ലാതെ അയാളുടെ മോട്ടീവ് ആയിരുന്നില്ല ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നുള്ളത്. അയാളുടെ പിന്നിലുള്ള ആരുടെയോ മോട്ടീവിൻ്റെ ഒരു മാധ്യമമായിരുന്നു, ഒരു ടൂളായിരുന്നു ഇയാൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് ശേഷം പിന്നീട് കേസിൻ്റെ നമ്മൾ കണ്ടതാണ്. കാരണം നമ്മൾ ഫെബ്രുവരി 27 മുതൽ ഇന്നലെ ജൂലൈ 10 വരെയുള്ള ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഇത് പൊങ്ങുകയും താഴുകയും ഒക്കെ ചെയ്തു വരികയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പല തരത്തിലുള്ള ഗോസിപ്പുകൾ വരികയും അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്നലെ കേരളത്തിലെ ഒരു സുപ്രധാന നടൻ ഈ കോൺസ്പിറസിയുടെ പങ്കാളിത്തത്തിൻ്റെ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഇത് വീണ്ടും ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് മാറുന്നത്. അതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, വാസ്തവത്തിൽ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. നമ്മൾ ഇതിനേക്കാൾ എന്ന് ഞാൻ പറയുന്നത് ഒരു കേസും മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ കുറ്റവാളിയെ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നാണ് ഗോവിന്ദസ്വാമിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ജനം പുറത്തുനിന്ന് കൂക്കിയാർത്തത്. പക്ഷെ ആ ഗോവിന്ദസ്വാമി ഏതാനും കുറച്ച് കാലത്തിനിടയ്ക്ക് പുറത്തേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു ചർച്ച മാധ്യമങ്ങളിലൂടെ നടക്കുമ്പോഴൊക്കെ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സംഗതി, ഇതിൻ്റെ കുറ്റപത്രത്തിൻ്റെ ഒരു അപാകതകളാണ് പ്രതിയെ അല്ലെങ്കിൽ കുറ്റാരോപിതനെ രക്ഷിച്ചത് എന്നുള്ളതായിരുന്നു. അയാൾ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞത് കൊണ്ട് പ്രതി എന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രതിയെ രക്ഷിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം അതാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല കേസുകളിലും, അതായത് തെളിവില്ല, സമ്മതം, കൺസെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ സ്ത്രീപീഡന കേസുകളിൽ പല സന്ദർഭങ്ങളിലും കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ ഇരയുടെ ഭാഗത്ത് നിന്ന് പ്രൂവ് ചെയ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
അവരെ വിധേയപ്പെട്ടുവോ അല്ല കൺസെന്റ് ഉണ്ടായിരുന്നോ കൺസെന്റ് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മളുടെ 10-25 കൊല്ലക്കാലത്ത് 96 മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവിടെ നമ്മൾ മാധ്യമങ്ങളിലൂടെ പല നിലകളിൽ ഇന്നും ചർച്ചയിലുള്ള സൂര്യനെല്ലി മുതലുള്ള ഇത്രയും ഒരു കാലത്തെ സ്ത്രീപീഡന കേസുകളുടെ ഒരു അനുഭവ പരിചയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരുപാട് ദൂരം ഇവിടെയുള്ള പൊതുസമൂഹം കിതച്ചോടി എത്തേണ്ടതുണ്ട്. അതിനിടയിൽ ഏറ്റവും നമ്മൾ ഈ മത്സരം എന്ന് ഞാൻ പറയുന്നത് വിത്തിൻ കോട്ട്സ് ആണ്. ഈ മത്സരത്തിൽ നീതി ജയിക്കണമെങ്കിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ നീതി നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ കുറ്റപത്രം പഴുതടച്ചതായിരിക്കണം. അതിൻ്റെ എങ്ങനെയൊക്കെ പഴുതടയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ ഞാൻ ആളല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം IPC KP IT ആക്റ്റുകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 3 തരത്തിൽ വെച്ചിട്ടാണ് ഇത് പൂട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഊരിപ്പോന്നാലും പലതരത്തിലുള്ള ക്രൈംസ് കൊണ്ടുവരികയും അത് ആരോപിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഏതിലെങ്കിലും ഒന്നിൽ കുടുങ്ങും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം ആക്റ്റുകൾ. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ മാത്രം ഡോക്ടർ പി ഗീത, എനിക്ക് താങ്കളോട് ആ കാര്യത്തിൽ മാത്രം അതിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം 120B ക്രിമിനൽ ഗൂഢാലോചന എന്ന പ്രധാനപ്പെട്ട ആരോപണം പൊളിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെ നിലനിൽക്കില്ല എന്നാണ് ഈ വിഷയത്തിൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യം നമുക്ക് അഭിഭാഷകനോട് ചോദിച്ച് വ്യക്തമാക്കാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഒരു നിമിഷം. ശ്രീ ആലപ്പി അഷ്റഫ്, ഇവിടെ ദിലീപ് എന്ന ആൾ ആണ് ഈ രംഗത്തിന് പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങളിൽ ചരട് വലിച്ചുകൊണ്ടിരുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ, പോലീസ് തെളിവുകളുമായി ദിലീപിനെ മുന്നിൽ നിർത്തിയപ്പോൾ, ജനപ്രിയനായി നിന്ന് ആളുകളെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും തമാശ പറയുകയും കുട്ടികളുടെ പ്രിയങ്കരനായി നിൽക്കുകയും ചെയ്ത ഒരു നടൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്തത്. പല സന്ദർഭത്തിൽ പലപ്പോഴായി പലർക്കുമുണ്ടായ ദുരനുഭവങ്ങളുടെ കഥകൾ ഒന്നൊന്നായി കെട്ടഴിഞ്ഞു വീഴുകയായിരുന്നു ദിലീപ് ജയിലിലേക്ക് പോയപ്പോൾ. പലർക്കുമുണ്ടായ പലതരത്തിലുള്ള അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, സിനിമയിൽ ഒതുക്കപ്പെട്ടവർ, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ, അനിഷ്ടം സമ്പാദിച്ച് പിന്നീട് ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയാതെ പോയവർ, എല്ലാ മേഖലകളിലും കൈവച്ച് അവിടെയെല്ലാം ആധിപത്യം ഉറപ്പിച്ച് മറ്റെല്ലാവരെയും സ്വന്തം കാൽക്കീഴിൽ നിർത്താൻ വേണ്ടി ശ്രമിച്ച ദിലീപിൻ്റെ മറ്റൊരു മുഖത്തെക്കുറിച്ചാണ് ഇന്നിറങ്ങിയ വർത്തമാന പത്രങ്ങളും ഇന്ന് സാക്ഷ്യങ്ങളായി വന്നിട്ടുള്ള പലരുടെയും അഭിപ്രായങ്ങളുമൊക്കെ നമ്മുടെ മുന്നിൽ നിരത്തി തരുന്നത്. ഇതുപോലെ മുഖംമൂടി ധരിച്ച ഭീകരന്മാരുടെ ആവാസ മേഖലയാണോ മലയാള സിനിമാ രംഗം? താങ്കൾ പറഞ്ഞതുപോലെ, അതായത് കള്ളക്കഥകളും കള്ളസത്യവും കള്ളത്തരങ്ങളും കൊണ്ട് മലയാളത്തിലെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ വിശ്വസിപ്പിച്ച് അവരെ ദിലീപ് നിരപരാധിയാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും വളരെ പഴയ സിനിമാക്കാരനായ ഞാൻ പറഞ്ഞു, അയാളാണ് കുറ്റവാളി, അയാൾ 100% അയാളെ വിശ്വസിക്കരുത്, അയാൾ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതിന് എനിക്ക് വ്യക്തമായ ധാരണകളും വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട്. കാരണം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ദിനേശ് പണിക്കർ എന്ന ഒരു നിർമ്മാതാവ്, അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാൻ പറ്റും, ചാനലിലെ ചന്ദനമഴ എന്ന സീരിയലിൽ അഭിഷേകിൻ്റെ അച്ഛനായിട്ട് വരുന്ന ആളാണ് ദിനേശ് പണിക്കർ. അദ്ദേഹം വലിയ നിലയിൽ കഴിഞ്ഞ ഒരാളായിരുന്നു. ഇദ്ദേഹത്തെ വെച്ചൊരു പടമെടുത്ത ശേഷം സാമ്പത്തികമായി കുത്തുവാളയെടുത്ത് സ്വന്തം താമസ കിടപ്പാടം വരെ വിറ്റ് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിലീപിന് കൊടുത്തൊരു ചെക്ക് മടങ്ങി എന്നുള്ളൊരു കാരണത്താൽ അദ്ദേഹം അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്ത് അയാൾ സമൻസ് പോലും അയപ്പിക്കാതെ വാറണ്ട് വാങ്ങിയിട്ട് ഇവിടെ നിന്നൊരു വാനിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ആലുവയിൽ നിന്ന് പോലീസുകാരെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അനിയനെയും കൂട്ടി തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. വാനിൽ വെച്ച് അയാളെ മുഖമടച്ചടിക്കുന്നു അനുജൻ. നേരെ കൊണ്ടുവരുന്നു, വെള്ളിയാഴ്ച കൊണ്ടുവരുന്നു, ശനി ഞായർ കോടതി അവധി, അയാളെ ബലങ്ങ് വെപ്പിക്കുന്നു, കയ്യിൽ ജയിലിലടയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഒരു പഴയ ആളാണ്. ഞാൻ പ്രേമനസീറിനെ വെച്ച് 3 സിനിമ നിർമ്മിച്ചിട്ടുള്ള ആൾ, സംവിധാനം ചെയ്തിട്ടുള്ള ആൾ, മാടപ്രാവിനകത്ത് വനിതാ പോലീസ് മുഖ്യമന്ത്രി. 70 ഇവരൊക്കെ 82 കലാഭവൻ തുടങ്ങുന്നത് തന്നെ. ഞാൻ 70 തൊട്ട് മിമിക്രി ഫീൽഡിലുള്ള ആളാണ്. അപ്പോൾ പ്രേമനസീറിനെ വെച്ച് പടമെടുത്ത് ഞാൻ കാണുന്നത് എന്താണ്? ഒരു നിർമ്മാതാവിന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ, അയാൾ സാമ്പത്തികമായിട്ട് തകർന്നാൽ അവരെ വിളിച്ചു വരുത്തി സഹായം കൊടുത്ത് അവർക്കൊരു ഡേറ്റ് കൊടുത്ത് സഹായിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടുവന്നത്.
ഇവിടെ അതിന് പകരം കൈവലങ്ങും ചെവിക്കിട്ട് അടിയും ജയിലിൽ വടച്ച് ഇന്ന് വിധി നോക്കണം. അതേ ദിനേശ് പണിക്കർ കിടന്ന ആലുവ ജയിലിൽ തന്നെയാണ് ഇന്ന് ഈ ദിലീപ് കിടക്കുന്നത്. അതൊരു വിധിയുടെ കഥ. തുളസീദാസ് എന്നൊരു സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ഡേറ്റ് കൊടുത്തു. ഡേറ്റ് കൊടുത്ത ശേഷം ഇദ്ദേഹത്തെ ഡേറ്റ് ചോദിക്കാൻ കാണാൻ ചെല്ലുമ്പോൾ, ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ 2 കസേര. ഇത് പറയാൻ കാരണം അദ്ദേഹം അന്ന് ഫെഫ്ക ഇല്ല, മാക്ഡ മാത്രമുണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കഥയാണ്, പറഞ്ഞു കേട്ടതല്ല. അദ്ദേഹം വന്ന് വിവരിച്ച കഥയാണ്. അതായത് 2 ചെയറുണ്ട്. അദ്ദേഹം ഇരിക്കുകയാണ്. നേരെ മുമ്പിലൊരു ചെയർ ഇട്ടിരിക്കുന്നു, ഇപ്പുറത്തൊരു ചെയർ ഇട്ടിരിക്കുന്നു. തുളസീദാസ് ചെല്ലുമ്പോൾ അടുത്തെത്തുമ്പോൾ ആ ചെയറിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് അവിടെ നിർത്തിയാണ് സംസാരിച്ചത്. ഡേറ്റ് കൊടുത്തില്ല. അതിൻ്റെ പേരിൽ പ്രശ്നമായി. ഭയങ്കര ഭീകരമായ പ്രശ്നമുണ്ടായി. സിയാദ് കോക്കർ പറഞ്ഞു ഇയാളെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ എന്തായി? അയാൾ തന്നെ വിജയിച്ചു. അവിടെ സംഘടന 2ആയി. ദിലീപിന് വേണ്ടി വിജയിച്ചു. തിലകൻ പറഞ്ഞു ഇയാൾ വിഷമാണ്, ഇയാളെ വിശ്വസിക്കരുത്, വിഷമാണെന്ന് പറഞ്ഞു. ഈ നമ്മുടെ നടി പറഞ്ഞത് എന്താണ്? നിന്ന് തിരിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവർ വീട്ടിൻ്റെ മൂലയിൽ കയറി ഇരിക്കേണ്ട ഒരു ഗതികേട് അയാൾ ഉണ്ടാക്കി. അപ്പോൾ അത്ര ക്രൂരനായ ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ആലപ്പി അഷ്റഫ്, താങ്കൾ ഈ പറഞ്ഞതെല്ലാം താങ്കളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ പലതരത്തിലുള്ള ദുരനുഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ കേസിൽ ഇത്ര നീചമായ പ്രവൃത്തി നടത്താൻ തരംതാണ ഒരു വ്യക്തിത്വമാണ് ദിലീപിനെന്ന് താങ്കൾക്ക് തുടക്കം മുതലേ മനസ്സിലായിരുന്നു. അന്ന് ഞാൻ എഴുതി ക്രൂരനായ തമാശക്കാരൻ. 15 വർഷം മുമ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ടത്. ക്രൂരനായ തമാശക്കാരനാണ് ദിലീപ് എന്ന്. എന്തും ചെയ്യാൻ മടിയില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, എത്ര അധികം പേരെയാണ് അദ്ദേഹം പറ്റിച്ചത്. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ നിങ്ങളുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ. അവരെല്ലാം നട്ടല് വളച്ചു നിൽക്കുകയായിരുന്നു ദിലീപിന് മുന്നിൽ. അതെ, നട്ടല് വളക്കലല്ല, വിശ്വാസം. ഒരാൾ കരഞ്ഞ് സത്യം ചെയ്തും മറ്റേ എല്ലാ ദൈവങ്ങളെയും പിടിച്ച് സത്യം ചെയ്ത് നിരവധി പ്രാവശ്യം പറയുന്നു ഞാനല്ല. അത് മാത്രമല്ല, അയാളുടെ ബുദ്ധി എന്ന് പറയുന്നത് കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാനലുകളെല്ലാം പറഞ്ഞത് പൾസർ സുനിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ശരിയല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾക്ക് ഒരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് തിരിഞ്ഞത് എവിടെയാണ്? കൂട്ടുകെട്ട് എവിടെയാണ് പോയത്? നടിയിൽ അവസാനം അഭിനയിച്ച ഒരു നടൻ്റെ മകനിലേക്ക് യുവ സംവിധായകനിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് പലരും വിളിച്ചു പറഞ്ഞു ദിലീപ് നിരപരാധിയാണ്, ഒരു യുവ സംവിധായകൻ കുടുങ്ങാൻ പോണു. ഇതെല്ലാം എത്ര ക്രിമിനൽ മൈൻഡോടുകൂടിയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ വളരെ ചെറിയൊരു ഇടവേള എടുക്കട്ടെ ശ്രീ ആലപ്പി അഷ്റഫ്, ഞാൻ താങ്കളിലേക്കും തിരിച്ചു വരാം. നെൽസൺ ഐസക് നിർമ്മാതാവ് കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ടാകും. ഈ ചർച്ചയുടെ ഇടവേളയ്ക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ നടി രഞ്ജിനിയും ഉണ്ടാകും ഈ ചർച്ചയുടെ ഭാഗമാകാൻ. വളരെ ചെറിയൊരു ഇടവേള, ഉടൻ മടങ്ങിയെത്താം. നെൽസൺ ഐസക് നിർമ്മാതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നെൽസൺ ഐസക്, ദിലീപ് തടവിലായിരിക്കുന്നു. ഇനി ഈ കുറ്റകൃത്യങ്ങളെല്ലാം കോടതിയിൽ തെളിയിക്കേണ്ട ബാധ്യത പോലീസിൻ്റെതാണ്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ ദിലീപിന് കിട്ടേണ്ടതാണ്. ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ദിലീപ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നതും അതാണ് ഇനി കോടതിയിൽ എത്താൻ പോകുന്നതും. നിർമ്മാതാവെന്ന നിലയിൽ, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ താങ്കൾക്ക് എന്തു തോന്നി ഇതെല്ലാം കേട്ടപ്പോൾ? അല്ല, സത്യത്തില് ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാനൊരു ഒറ്റ പടമാണ് ഈ മലയാള സിനിമയിൽ എടുത്തിട്ടുള്ള മിസ്റ്റർ മരുമകൻ. അതെന്റെ കൂടെ സുബേർ ഞങ്ങൾ രണ്ടാളും കൂടി എടുത്ത പടമാണ്. പക്ഷെ അന്ന് ദിലീപ് ഞങ്ങളുടെ പടത്തിലെ നായകനായിരുന്നു. ഈ നായകനാകുമ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചനയുള്ള ആളാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ദിലീപിന് ഇപ്പോ വന്നുപെട്ടിട്ടുള്ള സംഗതി എനിക്കതിൽ വളരെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് ദിലീപിനെ പറ്റി പറയാനുള്ളത്, ഇന്നലെ വരെ ദിലീപിനെ പറ്റി പറഞ്ഞവരൊക്കെ ഇന്ന് തൊട്ട് തള്ളി പറഞ്ഞു. പക്ഷെ ജോയ് മാത്യുവും അതുപോലെ വിനയൻ സാറും വളരെയധികം മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെന്ന്. പക്ഷെ അന്ന് അതൊക്കെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പ്രതികരിക്കാനുള്ള കൂടുതലായിട്ട്. അല്ല നെൽസൺ ഐസക്, നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട്, സംവിധായകരുടെ സംഘടനയുണ്ട്, പിന്നെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയുണ്ട്, അഭിനേതാക്കളുടെ സംഘടനയുണ്ട്. ഇവർക്കാർക്കും നിങ്ങൾ ഈ പറയുന്ന ദിലീപ് എന്ന മഹാവൃക്ഷത്തിന് നേരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? അല്ല, ദിലീപിന്റെ ഒരു ഗൂഢാലോചന ഇപ്പോ പോലീസ് പറയപ്പെടുന്നു അദ്ദേഹം കുറ്റക്കാരനാണെന്ന്. ഇത് കോടതി പോയിട്ട് തെളിഞ്ഞാലല്ലേ അയാൾ കുറ്റക്കാരനാവുള്ളൂ. ഇപ്പൊ സംശയത്തിന്റെ നിഴലിൽ പോലീസ് പറയുന്ന ഒരു ആരോപണ വിധേയനായ ദിലീപ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, റിമൈൻഡ് ചെയ്യുന്നു.
ഇതിന് ശേഷം കോടതികളിൽ വിധികൾ കഴിഞ്ഞാലാണ് അദ്ദേഹം കുറ്റക്കാരനാവുള്ളൂ. അതുവരെ അദ്ദേഹം കുറ്റക്കാരനല്ല. എത്രയോ രാഷ്ട്രീയക്കാരെ നമ്മൾ ഇതുപോലെ കേസുകൾ കണ്ടിട്ടുണ്ട്, കോടതിയിൽ നിന്ന് പൂ പോലെ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ ഇപ്പൊ തന്നെ എല്ലാവരും കൂടി വധിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉണ്ടായതിൽ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ശരി, ശ്രീ നെൽസൺ ഐസക്, താങ്കളുടെ പ്രതികരണത്തിന് വളരെയധികം നന്ദി. ശ്രീ സുഭാഷ് ബാബു, ഈ പ്രശ്നമാണ് ഇനി സത്യത്തിൽ പോലീസും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സും എല്ലാം അഭിമുഖീകരിക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഇതെങ്ങനെ തെളിയിക്കാൻ പോകുന്നു എന്നത്. ശരിയാണ്, കേരള പോലീസിനെ നമുക്ക് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. ഇത്ര വലിയ ഒരു താരപരിവേഷമുള്ള ജനസമ്മതിയുള്ള ഒരാൾ ഈ കേസിൻ്റെ ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുണ്ട് എന്ന് അതിസമർത്ഥമായി കണ്ടെത്താൻ കഴിഞ്ഞതിന്. പക്ഷേ ദൗത്യം അവിടെ പൂർണ്ണമാകുന്നില്ല. ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ ഇതിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനൊപ്പം പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കൂടി കഴിയണം. അപ്പോഴാണ് നേരത്തെ ഡോക്ടർ പി ഗീതയെല്ലാം പറഞ്ഞതുപോലെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് കേരളത്തിലെ സ്ത്രീത്വത്തിന് നീതി കിട്ടി എന്ന് നമുക്ക് പറയാൻ കഴിയും. തുടക്കം മുതൽ പോലീസിൻ്റെ ഇടപെടലിൽ ചില സംശയങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു. വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാനുള്ള ഔത്സുക്യം കാണിച്ചില്ല. ഉന്നത തലങ്ങളിൽ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. തേച്ചുമായ്ച്ച് കളയാനുള്ള ശ്രമങ്ങളുണ്ടായി. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഇടവേള, ഒരു ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി. അതായത് മാസങ്ങളുടെ ഗ്യാപ്പ്. അതിനുശേഷമാണ് പിന്നീട് കത്ത് പുറത്തു വരുന്നതും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നതും. ഇതെല്ലാം ഈ പഴുതുകൾ അടച്ച് തെളിവുകൾ ശേഖരിക്കുന്നതിന് തടസ്സമാണോ? പോലീസിലെ അന്വേഷണം ഇത് 18/2 തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ, അതായത് പൾസർ സുനിയും കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു. അത് പ്രാഥമികമായിട്ട് കുറ്റകൃത്യ നിർവഹണം നടത്തിയ വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിൽ പ്രേരക ഘടകം ഇല്ല എന്ന് പറയപ്പെട്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രിക്കും അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇതിന് ഗൂഢാലോചനയെപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ചില മാനങ്ങൾ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഇത് കാര്യമായിട്ട് അന്വേഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ ഈ ആദ്യാന്വേഷണം നടത്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിനോടുകൂടി തന്നെ ഇത് ഫലപ്രദമായി അന്വേഷണം നടത്തുക. ഇത് ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുക്കുക, പിന്നെ ഇവരുടെ സാന്നിധ്യങ്ങൾ, ഇവർ ഇവിടെ ടവർ ലൊക്കേഷനും ഒക്കെ എടുത്തതിന് ശേഷം അന്വേഷിച്ച് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് വളരെ നേരത്തെ ഒരു പരിസമാപ്തിയിലെത്താൻ സാധിക്കുമായിരുന്നു. ഇത് വളരെ ഡിലേ ഉണ്ട്. ആ ഡിലേ എപ്പോഴും എന്താണെന്ന് പറയുക കോൺസ്പിറേറ്റേഴ്സിന് അനുകൂലമാണ്. അപ്പോൾ അത് ഈ കോൺസ്പിറസി എന്ന് പറയുന്നത് എന്താ പറയുക, പരസ്പര ധാരണയോടുകൂടി ഒരാൾക്ക്, ഇപ്പം ഞാനും ഗോപികൃഷ്ണനും കൂടെ ഒരു ധാരണയുണ്ടാക്കുക. ആ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഗോപികൃഷ്ണൻ അത് പോയി ആരെങ്കിലും കൂട്ടിയിട്ട് ഇഷ്ടപ്രകാരം, നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്യും, ഞാൻ പറഞ്ഞത് മുഴുവൻ ചെയ്യണമെന്നൊന്നുമില്ല, എങ്ങനെ ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നിങ്ങളത് തീരുമാനിക്കുക. ഞാൻ കൊട്ടേഷൻ തന്നിട്ടുണ്ടാവും, ഞാൻ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് പ്രകാരം ചെയ്യേണ്ടത് നിങ്ങൾ, എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങളത് തീരുമാനിക്കുക. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന താങ്കൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായാലും താങ്കൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും തത്തുല്യമായ ശിക്ഷ എനിക്കും ബാധകമാണ്. അതാണ് ഈ കേസിലുള്ളത്. അപ്പം ബലാത്സംഗം ചെയ്യാൻ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുൾപ്പെടെയും ബാക്കിയുള്ള തട്ടിക്കൊണ്ടുപോകലും ഈ ഉപദ്രവിക്കലും ഈ വീഡിയോഗ്രാഫ് എടുക്കലും ഇതൊക്കെ എൻ്റെ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ നമ്മൾ തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനൊക്കെ എനിക്ക് ശിക്ഷ കിട്ടും. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 120B എന്ന് പറയുന്ന സാധനം തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെട്ടില്ലേ ഞാൻ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ആ ഒരു സാഹചര്യം വരണമെങ്കിൽ എന്താ പറയുക, ഇതിന് ഓരോരോ പിവറ്റ് വിറ്റ്നസ് ഉണ്ടാവും. ഇപ്പം ജോസ് പാലസിൽ താമസിച്ചു എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം. അവിടെ വെച്ചിട്ടാണ് ഗൂഢാലോചന വണ്ടിയിൽ ഗൂഢാലോചന, വണ്ടിയുടെ നമ്പർ തെറ്റാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എടുത്താണ് വന്നത്. പക്ഷേ നമ്പർ പൂർണ്ണമായി ശരിയല്ല. അപ്പം അതിൽ അവിടുത്തെ വാച്ച്മാൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എഴുതി കൊടുത്തിട്ട് അതിനുള്ളിൽ പോയി എന്ന് പറയുന്നുണ്ട്. വാച്ച്മാനെ കൊണ്ടുവന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. വാച്ച്മാൻ ഈ കാര്യങ്ങൾ കോടതി ചെന്ന് പറയുമ്പം കോടതി വരുമ്പോൾ അദ്ദേഹം മാറ്റി പറഞ്ഞു. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ണി മുറിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ പ്രധാനപ്പെട്ട സാക്ഷിയെ പിടിക്കുക. സാധാരണ ഈ കോൺസ്പിറസിക്കൊക്കെ വളരെ സ്വാധീനമുള്ള ആളും രാഷ്ട്രീയക്കാരും ഒക്കെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പിവറ്റ് വിറ്റ്നസ് ഉണ്ടാവും. ഈ ലിങ്കിൻ്റെ നടുക്ക് കാര്യമായി നിൽക്കുന്ന അവനെ കാലുവാരിക്കളയും, അവനെ പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇതൊന്നും അറിയില്ല, എന്നെ പോലീസ് വെറുതെ എഴുതിച്ചാണെന്ന് പറഞ്ഞു കളയും. പിന്നെയും 164 കൊടുപ്പിച്ച് കോടതി കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാലും പറയും ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് എന്നെ ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു, അതായത് ഈ മൊഴികൾ, ഈ സാക്ഷി മൊഴികളിലും ഇവർ തന്നെ നൽകിയ മൊഴികളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകില്ല. മാത്രമായിട്ട് പോലീസിന് അത്രേ പറ്റുള്ളൂ. കോടതിയിൽ നിലനിൽക്കുന്ന കോടതിയിൽ ചെന്നിട്ട് ഏതെങ്കിലും എനിക്കറിയാം പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ കോൺസ്പിറസി നമുക്ക് പറ്റുന്നിടത്തോളം ഭംഗിയായിട്ട് അന്വേഷിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്ന ഓവർ ഹിയർ ചെയ്തൊരു വ്യക്തി സത്യസന്ധമായാണ്. ആ ഓവർ ഹിയർ ചെയ്യുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നു പറയാം, അദ്ദേഹത്തിനെ ഇവർ പിടിച്ചു.
കൊല്ലപ്പെട്ട വ്യക്തി മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണ്, ഇയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. പക്ഷേ ഇയാളെ അവരുടെ നിയന്ത്രണത്തിനുള്ളിൽ നിന്ന് പിടിച്ചു മാറ്റി. അവിടെ കോൺസ്പിറസി അവിടെ നിന്ന് ബ്രേക്കായി. കാരണം ഇയാൾ കേട്ട ഒരു പ്രധാനപ്പെട്ടതാണ് തെളിവുള്ളത്. ആളെ മാത്രം ഇവർ പിടിച്ചു. അപ്പോൾ കോൺസ്പിറസി മാത്രം ഒഴിവായി. ബാക്കി 6 പ്രതികളെയും ശിക്ഷിച്ചു, ജീവപര്യന്തം ശിക്ഷിച്ചു. പക്ഷേ ഈ കോൺസ്പിറസിക്ക് ഈ ഒറ്റ ആളെ പിടിച്ചതോടുകൂടിയിട്ട് രക്ഷപ്പെട്ടവർ. അപ്പോൾ അതേമാതിരി അവർക്ക് ഇപ്പം ഡിഫൻസ് ലോയേഴ്സ് പറയും ഇവനാണ് ഇവിടുത്തെ ക്രൂഷ്യൽ വിറ്റ്നസ്, ഇവനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്നതിന് ഭാഗമായിട്ട് പോയി സ്വാധീനിച്ചു കഴിഞ്ഞാൽ, പണം കൊടുത്തു കഴിഞ്ഞാൽ, മറ്റു സ്വാധീനമൊക്കെ ചെലുത്തി കഴിഞ്ഞാൽ മിക്കവാറും സാക്ഷികളൊക്കെ കാറും. എനിക്ക് എന്ത് കിട്ടാനെന്നുള്ളതാണ് ആളുകളുടെ ധാരണ. ഞാനൊരു മിനിറ്റ് സർ വരാം. അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, ഒരുപക്ഷെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി പറയാൻ ചില പരിമിതികളുണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും, എനിക്കറിയാം. പക്ഷേ ഈ ചോദ്യം പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലെ ഒരാൾ ഇത്രയധികം പ്രമാദമായ ഒരു കേസിൽ ദിലീപിനെ പോലെ ഒരാളുടെ പങ്കാളിത്തം ഈ ഗൂഢാലോചനയിൽ വ്യക്തമാക്കുന്ന പൂർണ്ണ തെളിവുകളോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് പോലീസ് മേധാവി പറയുമ്പോൾ, ഇവിടുത്തെ സർക്കാർ തന്നെ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് നീതി ഉറപ്പാക്കുന്നതിൻ്റെ പ്രാഥമിക നടപടിയായി ഉയർത്തിക്കാട്ടുന്ന ഈ കേസിൽ അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലെ ഒരാൾ ഇടപെടുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കാൻ ഇടയുള്ളൊരു ആത്മവിശ്വാസം എന്തിൻ്റെ പിൻബലത്തിലായിരിക്കും? അല്ല, അതൊക്കെ ഒരു വക്കീലെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എത്തിക്സ് കാത്തു സൂക്ഷിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇതിനകത്തുള്ള പ്രധാന കാര്യം അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം പോലും ഇപ്പം പോലീസിൻ്റെ കയ്യിലുള്ള എവിഡൻസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഈ ചാനൽ ചർച്ചയിലൂടെയും പത്രത്തിലൂടെയും വരുന്ന കാര്യങ്ങളല്ലാതെ വേറൊന്നും അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഒരു പ്രതിയുടെ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട ഒരാളിൻ്റെ വക്കാലത്തെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടതി ചെന്നമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണം. അജ്ഞനാണ് എവിഡൻസുകളെ സംബന്ധിച്ച്. റൈറ്റ്. ഇവിടെ ഗീത ടീച്ചർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഈ 120B ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ അതിന് പുറമെ മറ്റ് നിരവധി വകുപ്പുകൾ ഈ ചുമത്തപ്പെട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു പൂട്ടിൽ നിന്ന് ഊരിപ്പോയാലും മറ്റേതെങ്കിലും വകുപ്പുകൾ വെച്ച് ഇതിൽ ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആണ് എന്ന് നേരത്തെ ടീച്ചർ പറഞ്ഞു. അങ്ങനെയാണോ ശ്രീ ഉണ്ണികൃഷ്ണൻ? അതിലൊരു വ്യക്തത വേണമല്ലോ. 120B ക്രിമിനൽ ഗൂഢാലോചന ഒരുപക്ഷെ പൊളിഞ്ഞു പോയാൽ പൂർണ്ണമായി തന്നെ ബാക്കിയുള്ള വകുപ്പുകളും പൊളിഞ്ഞു പോകില്ലേ? അല്ല, 120B ആണ് ഇപ്പോൾ ഈ നടനെതിരെ എടുത്തിരിക്കുന്നത്. ആ 120B എന്ന് പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന മാത്രമാണ്. അപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന മറ്റേ പൾസർ സുനി ചെയ്ത കുറ്റം ചെയ്യുന്നതിൻ്റെ ക്രിമിനൽ ഗൂഢാലോചനയാണ്. അപ്പോൾ ഈ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ പറ്റില്ല. മറ്റേ പൾസർ സുനിയെയും കൂട്ടരെയും ശിക്ഷിക്കാൻ പറ്റുമായിരിക്കും. അതിനുള്ള ഡയറക്റ്റ് എവിഡൻസ് പലതും പോലീസിൻ്റെ കയ്യിലുണ്ടെന്നാണ് അറിയുന്നത്. ഇതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല, ഏതൊക്കെ എവിഡൻസ് ഉണ്ട്, ഏതൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പക്ഷേ 120B ശിക്ഷിക്കണമെങ്കിൽ അതിന് SP അദ്ദേഹം പറഞ്ഞത് കണക്ക് കൃത്യമായ രീതിയിലുള്ള ആ ലിങ്ക് പഴുതടച്ച് തന്നെ കോടതിയെ സംശയലേശമന്യേ തെളിയിച്ചിരിക്കണം. അതിന് കൃത്യമായൊരു ഹോംവർക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം, കൃത്യമായ എവിഡൻസ് ഉണ്ടാവണം. അത് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്, പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇത് രണ്ടും 100% ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. 120B ആണെങ്കിൽ പോലും ആ ഗൂഢാലോചനയ്ക്ക് എന്താണോ മറ്റേ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ, അതേ ശിക്ഷ തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തെല്ലാം ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മളിപ്പോൾ നോക്കേണ്ടത് 2014 സുപ്രീം കോടതിയുടെ തന്നെ ഒരു കിഷൻ ഭായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു കേസിനകത്ത് ഇതുപോലെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സും പ്രോസിക്യൂട്ടിംഗ് ഏജൻസീസും ഈ കൃത്യമായി കേസ് നടത്തുന്നതിൽ ഉദാസീനത വരുത്തുന്നത് കണ്ടിട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഇവിടെ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവറി സ്റ്റേറ്റ്. അത് കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഹാജരാക്കുന്ന ഫൈനൽ റിപ്പോർട്ട്, അതായത് കുറ്റപത്രത്തിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് കോടതിയിൽ അവതരിപ്പിക്കുന്നതിന് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിക്ക് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കെതിരെ എന്തൊക്കെ നടപടികൾ എടുക്കാം, ആ അനാസ്ഥയ്ക്കെതിരെ
കാര്യം ഇതിനെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ക്രൈം ഫ്രീ സൊസൈറ്റി ആയിരിക്കണം. ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സെക്യൂർഡായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ ക്രൈം ഫ്രീ സൊസൈറ്റി ആയിരിക്കണം. അതേസമയം തിരിച്ചിപ്പോൾ എന്താ നടക്കുന്നത്? ക്രിമിനൽ മെൻറ്റാലിറ്റിയിലൂടെ, ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ എല്ലാ കാര്യങ്ങളും സാധിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. റൈറ്റ്, അബ്സല്യൂട്ട്ലി. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ഗീത, ഇവിടെ ഒരു ക്രിമിനൽ ഫ്രീ സൊസൈറ്റി മാത്രമായാൽ പോരാ. നമ്മൾക്കിവിടെ ജെൻഡർ ഇക്വാളിറ്റി വേണം, ജെൻഡർ ജസ്റ്റിസ് വേണം. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തെ മറ്റു പല മാനങ്ങളിലും പരിഗണിക്കുകയും പരിഹരിക്കപ്പെടേണ്ടതുമായ ഒന്നായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണം എന്ന വാശി നമുക്കുള്ളത്. ഡോക്ടർ പി ഗീത, ഇവിടെ ഈ പ്രശ്നം സംഭവിച്ചപ്പോൾ ഈ രണ്ടുപേരും ഉൾക്കൊള്ളുന്ന അക്രമത്തിനിരയായ നടിയും ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സൂപ്പർ താരവും ഒരുപോലെ അംഗമായിട്ടുള്ളൊരു സംഘടന സ്വീകരിച്ച നിലപാടുകൾ ചർച്ചയായതും വിമർശ വിധേയമായതും, ഇപ്പോൾ അമ്മ പ്രത്യേകമായി ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരിക്കുന്നു, ഒരു അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരിക്കുന്നു. അവർ ദിലീപിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. സിനിമാ രംഗത്ത് ക്രിമിനലുകൾ ഉണ്ടാകുന്നത് നാണക്കേടാണെന്ന് ജനറൽ സെക്രട്ടറി മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇതുവരെ മിണ്ടാതിരുന്നു എന്ന ആക്ഷേപം കേട്ടവർ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു യോഗം ചേർന്ന് അമ്മയുടെ നിലപാട് എല്ലാ കാലത്തും ഇരയാക്കപ്പെട്ടവർക്കൊപ്പമാണ് എന്ന ഒരു പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ആദ്യമായി ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒരു പെൺശബ്ദം നമ്മൾ ഉയർന്നു കേട്ടത് രമ്യ നമ്പീശൻ്റേത്. അവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് 50% സംവരണം സ്ത്രീകൾക്കുണ്ടാകണം ഈ താരസംഘടനയിൽ എന്നതാണ്. ഒരു ജെൻഡർ ഇക്വാളിറ്റി, ഒരു ജെൻഡർ ജസ്റ്റിസ്, ലിംഗസമത്വം ഉറപ്പാക്കാൻ, ലിംഗനീതി ഉറപ്പാക്കാൻ പാകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം? അതിനുള്ള തുടക്കം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? ആരാണ് അതിന് ശ്രമിക്കേണ്ടത്? ഇതിൽ ആ പ്രശ്നത്തെ ഞാൻ വിചാരിക്കുന്നു 2-3 തലങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഒരു തലം എന്നുള്ളത്, ഇതുവരെ നമ്മൾ ഒരു യഥാർത്ഥമായിരിക്കുന്ന ഭ്രമാത്മകമായിട്ടുള്ള ഒരു തലത്തിൽ നമ്മുടെ മുമ്പിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മളുമായി ഇടപെട്ടുകൊണ്ടിരുന്ന സിനിമ എന്നുള്ള മണ്ഡലത്തിൽ, കാരണം അത് പൊതുസമൂഹത്തിന് നേരിട്ട് സ്പർശിക്കാൻ പറ്റുകയില്ല, മറിച്ച് അത് ഒരു ദൃശ്യാനുഭവമാണ്. ആ ദൃശ്യാനുഭവത്തിലൂടെയാണ് പൊതുസമൂഹം നിലനിന്ന് പോകുന്നത്, അവരുമായി ബന്ധപ്പെട്ടു പോകുന്നത്. അത്തരം ഒരു മണ്ഡലത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണെന്നും അത് അവരുടെ തൊഴിൽ മേഖലയായിരുന്നു എന്നുള്ളതും ഒരു അത്തരത്തിലുള്ളൊരു റിയാലിറ്റിയിലേക്ക് സമൂഹം വരുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന, എനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം. ഇതിൽ ഇപ്പം ഞാനൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു ബോധ്യത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ചില ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതിൽ പാളിച്ചകൾ ഉണ്ടാവാം, എനിക്ക് തന്നെ അത് തിരുത്തേണ്ടി വന്നേക്കാം. ഇപ്പോൾ നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ നമ്മളൊക്കെ കാണുകയാണ്. ദേ പുട്ട എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അവർ ഇടിച്ചു കയറിയിട്ട് അതിന് കല്ലെറിയും മറ്റും ചെയ്യുന്നു. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, എന്നെയോ ഗോപികൃഷ്ണനെ പോലെയോ അതുപോലെയൊക്കെയുള്ള ഒരു സാധാരണക്കാരന് ആക്സസ് ഇല്ലാതിരുന്ന ഒരു സ്ഥലം, പോയിട്ടൊരു ചായ കുടിച്ച് വരാൻ വൈകുന്നേരം എന്ന് തോന്നിയാൽ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് സാധാരണ ജനങ്ങൾ ഇടിച്ചു കയറുകയാണ്. അതുപോലെ ഇന്നസെൻ്റ് MP-യുടെ ഓഫീസിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇപ്പോൾ 2 MLA-മാർ, മുകേഷിൻ്റെയും ഗണേഷ് കുമാറിൻ്റെയും വീടിന് കാവലേർപ്പെടുത്തേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിനർത്ഥം ഇവരൊക്കെ തന്നെ, ഇപ്പോൾ ഏത് രാഷ്ട്രീയ നേതാവിനെയും നമുക്ക് ചളിവാരി അറിയാം, ഏത് രാഷ്ട്രീയ നേതാവിനെതിരായിട്ട് നമുക്ക് എന്തും വിളിച്ചു പറയാം, നമുക്കെതിരെ ഒരു മാനനഷ്ട കേസും വരുന്നില്ല, നമുക്ക് അവരെ എങ്ങനെ വേണമെങ്കിൽ ടാർണിഷ് ചെയ്യാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ അതീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമുക്ക് സ്പർശിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ ഈ മഹാനക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്, ഇവരുടെ തൊഴിലിടമാണ് ഈ സിനിമ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മളും അവരും ഞെട്ടി ഉണരേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെ ചിത്രം വരച്ചുകൊണ്ടിരുന്നാലും, എങ്ങനെയൊക്കെ ഒരു ഡയസിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയ്ക്ക് അതീതരാണ് തങ്ങൾ എന്നുള്ള ഭാവത്തോടു കൂടി എങ്ങനെയൊക്കെ അവർ നമ്മളോട് പോസ് ചെയ്താലും അവർക്ക് നമ്മളെ അഭിമുഖീകരിച്ച് ചിലത് പറയേണ്ടി വരുന്ന
ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ രമ്യ നമ്പീശനെ പോലെയുള്ള ഒരു നടി ആവശ്യപ്പെടുകയാണ് 50% അമ്മയിലെ പ്രാതിനിധ്യം ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറയാണ്. അപ്പോൾ അത്തരത്തിൽ രമ്യ നമ്പീശൻ എന്ന് പറയുന്ന ഒരു നടിക്ക് തീർച്ചയായിട്ടും ആ നടിയുടെ സ്വന്തമായിട്ടുള്ള ഊർജത്തിൽ, ഒരൊറ്റ ആളുടെ ഊർജത്തിൽ പറയാൻ പറ്റുന്ന, ഒരൊറ്റ കാലത്തിൽ നിന്നുകൊണ്ട്, ഒരൊറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല അത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെ ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കും. കാരണം ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഒരു നടി ആക്രമിക്കപ്പെടുന്നു, ആ നടി നടു റോഡിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെടുന്നു, ആ നടി പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കലാണ് ഒരുപാട് കാൽക്കുലേഷൻസിനെ പിഴപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു. കാരണം ഇത് വിചാരിച്ചിരുന്നില്ല, പരാതി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിചാരിക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത്. നേരത്തെ തന്നെ നമ്മൾ കേട്ടിരുന്നു, ഒരു നടിയെയും നിർമ്മാതാവിനെയും കുറിച്ച് ആ നടി ആക്രമിക്കപ്പെടുകയും നിശബ്ദീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം. അതിനർത്ഥം ഇതിനു മുമ്പ് ഇതുപോലെ നിരവധിയായ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് നിരവധി സ്ത്രീകൾ സിനിമാ മണ്ഡലത്തിൽ നിശബ്ദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി ആൾക്കാർ ചുണ്ടിലെ ലിപ്സ്റ്റിക് തേച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യയായി വരവ് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ചില സ്ത്രീകൾ കയറിൽ തൂങ്ങിയാടിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് നമ്മളെ എന്നും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന, നമ്മളെ എന്നും രസിപ്പിച്ചുകൊണ്ടിരുന്ന ദളിതനായിട്ടുള്ള ഒരാളുടെ അന്വേഷണം പോലും, ദുരൂഹമായ മരണത്തിൻ്റെ, കലാഭവൻ മണിയെ പോലെയുള്ള ഒരാളുടെ അന്വേഷണം പോലും വഴിമുട്ടിക്കുന്ന തരത്തിൽ സവർണ പൗരുഷത്തിൻ്റെ ബ്രാഹ്മണ്യ മൂല്യങ്ങളാണ് മലയാള സിനിമയിൽ കൊടികുത്തി വാണത് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അത് ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടില്ല. അവർ നിശ്ചയിക്കുന്നു ആരാണ്. ടീച്ചർ, അതെല്ലാം പൊളിച്ചെഴുതേണ്ട സമയമായിരിക്കുന്നു, അതിനുള്ള അവസരം വന്നിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയല്ലേ ഈ സംഭവങ്ങളെല്ലാം തന്നെ? ഒരു പൊളിച്ചെഴുത്തിന് വേണമെങ്കിൽ തയ്യാറാകാമെന്ന നിലപാട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഗോപികൃഷ്ണൻ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ പൊളിച്ചെഴുത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഈ നടിയാണ്. ആക്രമിക്കപ്പെട്ട ഒരാൾ, പരാതിക്കാരിയായ ഒരാൾ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പരാതിയുടെ പ്രാഥമികമായിട്ടുള്ള മെറിറ്റ്. ഇതിനെ തുടർന്ന് കുറേയേറെ ബോധ്യപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഒരു സിനിമാ മണ്ഡലത്തിൽ ഉണ്ടാവുന്നു. എത്ര കാലമായി അമ്മയുടെ ഭാഗമായിട്ട് അമ്മയിൽ 50% സംവരണം ചോദിക്കാനുള്ള ഊർജത്തിലേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരാളെ, തങ്ങളുടെ കൂട്ടാളിയെ ധൈര്യപ്പെടുത്തുന്ന തരത്തിൽ, അവർക്ക് ഇച്ഛാശക്തി നൽകുന്ന തരത്തിൽ ഉള്ള ഒന്ന് അവിടെ ഉണ്ടാവുന്നു. ഈ ചരിത്രപരമായ മുന്നേറ്റത്തിനുള്ള വളമായി മാറട്ടെ ടീച്ചർ ഈ തരത്തിലുള്ള ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പുതിയ സംഭവ വികാസങ്ങൾ. അങ്ങനെ നമുക്കും പ്രതീക്ഷിക്കാം. ഞാൻ വളരെ ചെറിയൊരു ഇടവേള എടുക്കുന്നു. നടി രഞ്ജിനി ഉണ്ടാകും ഈ ചർച്ചയിൽ ഇടവേളയ്ക്ക് ശേഷം എന്നോടൊപ്പം. ആലപ്പി അഷ്റഫ്, ദിലീപിനെ കുറിച്ച് താങ്കൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ തരം പരാതി ദിലീപ് എന്ന ഒരൊറ്റ നടനിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടുള്ളതാണോ, അതല്ല ഈ താരശോഭയിൽ നിറഞ്ഞു നിൽക്കുന്ന, നേരത്തെ ഗീത ടീച്ചറൊക്കെ പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട, അതായത് നമ്മുടെ മുന്നിൽ സൂപ്പർ താരങ്ങളായി നിൽക്കുന്ന, നക്ഷത്രങ്ങളായി നിൽക്കുന്ന അവരുടെ പൊതുമനോഭാവത്തിൽപ്പെട്ടതാണോ? അമ്മ എന്ന സംഘടനയിൽ തന്നെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താനോ, ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ, അതല്ലെങ്കിൽ സുതാര്യമായ അതിൻ്റെ നടപടികൾ ബോധ്യപ്പെടുത്താനോ ഒന്നും കഴിയാത്തൊരു സംഘടനയാണെന്നുള്ള ആക്ഷേപം അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഈ പുതിയ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏതുതരം മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്? അതായത് ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ ആ പാല് മൊത്തം മോശമാവും എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി വന്നാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇവരെ അടച്ച് പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇവരെ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള, ഇവരൊക്കെ ആയിട്ട് മമ്മൂട്ടിയും മോഹൻലാൽ, സുരേഷ് ഗോപി, പിന്നെ മുകേഷ്, അങ്ങനെ ഒരുപാട് പേരെ വെച്ച് ഞാൻ സിനിമ എടുത്തിട്ടുള്ള ആളാണ്. ഇവരെയൊക്കെ അടുത്തറിയാവുന്ന ഒരാളാണ്. ഇവരാരും മോശക്കാരോ ചീത്ത ആളുകളോ ഒന്നുമല്ല. ഇതിനെ നിയന്ത്രിക്കുന്ന അമ്മയുടെ ഭാരവാഹികളെല്ലാം നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുതന്ത്രത്തിൽ അവരൊക്കെ വീണുപോയി ചില ദുർബല നിമിഷത്തിൽ. കാരണം അത്രത്തോളം വിശ്വസിച്ചു അവർ. അത് സത്യമായ കാര്യമാണ്. ഇപ്പം ഗണേഷ് കുമാർ മോശമാണോ? ഗണേഷ് കുമാർ 3 പ്രാവശ്യം ജനപ്രതിനിധിയായിട്ടുണ്ട്, 2 പ്രാവശ്യം മന്ത്രിയായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. വളരെയധികം കഴിവുള്ള വ്യക്തിയാണ്. മുകേഷ് തന്നെ പറഞ്ഞു, ഞാനൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് അപാകതകൾ വന്നേക്കാം എന്ന് പറയുന്നു. ഇന്നസെൻ്റ് എന്താ ചെയ്തത്? അവരെ വിളിച്ച് വീട്ടിൽ വരുത്തി മാപ്പ് പറയുകയായിരുന്നു ചെയ്തത്. വീണ്ടും അബദ്ധം പറ്റിയില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇനിയും പറഞ്ഞാൽ ഇനിയും വരും അദ്ദേഹത്തിൻ്റെ വായിന്ന് ഇതുപോലെ. പണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നയനാർക്ക് അദ്ദേഹം ഇതുപോലെയൊക്കെ സംസാരിക്കുമായിരുന്നു. അതുപോലത്തെ ഒരു സരസമായ രീതിയിൽ സംസാരിക്കും. പക്ഷേ
ഇതിനകത്ത് അൾട്ടിമേറ്റായിട്ട് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. ഞാൻ നിരപരാധിയാണ് ഓരോരുത്തരുടെയും അടിച്ചേൽപ്പിച്ചു അദ്ദേഹം. മാത്രമല്ല ഡൈവേർട്ട് ചെയ്യാൻ വിടാനുള്ള ഒരു ശ്രമവും നടത്തി. പിന്നെ മാഡം പറഞ്ഞതുപോലെ ഇവിടെ വലിയ വർണ്ണ വെറികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. കലാഭവൻ മണിയുടെ കേസ് അന്വേഷിക്കുന്നുണ്ട്, ശരിക്കും CBIക്ക് പോയിരിക്കുകയാണല്ലോ, അത് അന്വേഷണം നടക്കട്ടെ. അതും ഇവരൊന്നും ആരും സഹായിക്കാതിരുന്നിട്ടില്ല. അമ്മ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. 5000 രൂപ വെച്ച് 118 പേർക്ക് അവർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിനകത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഗണേഷ് കുമാർ തൻ്റെ കത്തിലൂടെ തുറന്നു പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ രമ്യ നമ്പീഷിന് തുറന്നു പറയാനും കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും പറ്റിയില്ലേ? ഇനി ഒരു പുതിയ തുടക്കമായിരിക്കും. എന്തെല്ലാം പറ്റിയാലും അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ അവർക്കുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രത്യാശിച്ചുകൂടെ? ഇവരൊന്നും മോശക്കാരല്ല, ഇവരെല്ലാം നല്ല ആൾക്കാർ തന്നെയാണ്. അവരാരും മാഫിയ സംഘത്തിന് ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് പോലീസിന്റെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാകും, അവർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ഗൂഢാലോചനയിലെ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഉദാഹരണത്തിന് ഒരു മാഡം, ആ മാഡം ആരാണ് എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഇനി നാദിർ ഷായെ 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. നാദിർ ഷായ്ക്ക് ഇതിലുള്ള പങ്ക് എന്താണ് എന്നത് തെളിയേണ്ടിയിരിക്കുന്നു. കാവ്യ മാധവനും അമ്മയുടെയും ഒക്കെ പേരുകൾ ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഉയർന്നു കേട്ടു. ദിലീപ് എന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട് തീരുന്നു പോകുമോ ഈ അന്വേഷണം? ഉദാഹരണത്തിന് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കുടുങ്ങേണ്ടവരെല്ലാം കുടുങ്ങും. DGPയും പറഞ്ഞു അന്വേഷണം ഈ കടലിലെ തിരമാലകൾ പോലെയാണ്, അതാത് സന്ദർഭങ്ങളിൽ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനിയും ആളുകൾ കുടുങ്ങാനുണ്ടാകുമോ ഈ കേസിൽ? തീർച്ചയായിട്ടും. കാരണം ഇതുകൊണ്ടല്ല എന്തായാലും ഏതാനും അറസ്റ്റുകൾ കൂടെ ഉണ്ടാവുമെന്നാണ് നമുക്ക് ഈ സാഹചര്യം കൊണ്ട് മനസ്സിലാകുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് വിശ്വസനീയമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് ദിലീപിൻ്റെ പേരിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ, പൂർണ്ണമല്ലെങ്കിൽ ഏതാണ്ട് സ്ഥിരീകരിക്കാൻ പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച സാഹചര്യത്തിലാണ് കോടതി കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. റിമാൻഡ് റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRPC 167 പ്രകാരം കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്. പ്രതിയെ ഹാജരാക്കുമ്പോൾ അതുവരെ പ്രതിക്കെതിരെ എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ സാധൂകരണങ്ങൾ എങ്ങനെയെന്ന് അത് വാക്കുകൊണ്ട് വാചികമായ തെളിവായാലും ഡോക്യുമെൻ്ററി, അതായത് രേഖാപരമായ തെളിവായാലും ഇനി സയൻറ്റിഫിക് ആയാലും ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ നിഗമനത്തിൽ ഞങ്ങൾ എത്തി എന്നുള്ളത് അതോടെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തിയ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശരിയാണോ എന്ന് ഈ കേസ് ഡയറിയും അതിനോടൊപ്പം കോടതിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ കോടതി അത് രണ്ടും കൂടെ പരിശോധിച്ച് ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ, കസ്റ്റഡി ആപ്ലിക്കേഷൻ വരുമ്പോഴും ഒക്കെ ഇത് പരിശോധിച്ചതിന് ശേഷമാണ് ജഡ്ജ് അല്ലെ മജിസ്ട്രേറ്റ് ഒരു തീരുമാനം എടുക്കുന്നത് കസ്റ്റഡി കൊടുക്കണോ വേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അപ്പം തെളിവുണ്ട് എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ ഇപ്പം പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ മുകളിൽ അതിന് ചുറ്റും വട്ടം നിൽക്കുന്ന വ്യക്തികളെയും അതിൻ്റെ ശരിയായ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തുന്നതിനുള്ള തെളിവുകളും ശേഖരിക്കുമ്പോഴേ ഇത് പൂർണ്ണതയിലെത്തുള്ളൂ. അതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാരാ? ഇപ്പം മാഡം എന്ന് പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികളാണ്. ഇത് കൊണ്ടുകൊടുത്തു എന്ന് പറയുന്ന, ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ആളുകളെ ചോദിച്ചപ്പോഴാണ്. അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജാമ്യം എടുക്കാൻ വേണ്ടി പോയി ഫെനി ബാലകൃഷ്ണൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ 2 വ്യക്തികളോട് ചോദിച്ചാൽ മാഡം ആരാണെന്ന് അവർക്കറിയാം. അപ്പം അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് മാഡം ആരാണെന്ന് മനസ്സിലാക്കി അവരിലേക്ക് എത്താൻ വിഷമമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്കുകളൊക്കെ ബന്ധപ്പെടുത്തി ഈ ഓരോ വ്യക്തികളിലേക്കും ഇത് എത്തിപ്പെടുകയും അവരെ കേസിലെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ആവശ്യമായ തെളിവുകളുണ്ടെങ്കിലും ഒരു പ്രോസിക്യൂഷന് സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ അറസ്റ്റ്. അല്ല സർ, ഈ ദിലീപിൻ്റെ അറസ്റ്റ് തന്നെ അപ്രതീക്ഷിതമായിരുന്നില്ല. അതിന് 2 ദിവസം, അപ്രതീക്ഷിതം ഇൻ ദ സെൻസ് ആ ദിവസം നടക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നാൽ, അതിന് 2 ദിവസം മുൻപ് വരെ ദിലീപിൻ്റെ പേര് സജീവമായി കേൾക്കുകയും പിന്നീട് 2 ദിവസം പോലീസ് സോഴ്സസിൽ നിന്ന് തന്നെ ദിലീപിൻ്റെ പേര് കേൾക്കാതിരിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് ദിലീപിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇനിയും ആളുകൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അറസ്റ്റിനെ പറ്റി ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയ ആളുകളില്ല എന്നെല്ലാം പോലീസ് പറയുന്ന ഈ നിശബ്ദത ഒരുപക്ഷെ പെട്ടെന്ന് ഇതുപോലെ അപ്രതീക്ഷിതമായി കൂടുതൽ അറസ്റ്റിന് ഒരു മുന്നൊരുക്കമായിരിക്കുമോ? തീർച്ചയായിട്ടും വരണം. കാരണം ഇപ്പം നാദിർ ഷായുടെ പ്രശ്നമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നാദിർ ഷായിൽ നിന്നായിരിക്കും ചിലപ്പോൾ പോലീസിന് ഇതിൻ്റെ വിശദവിവരങ്ങൾ കിട്ടാൻ സാധ്യത എന്നാണ് തോന്നുന്നത്. അതല്ലാതെ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനോഗതം അറിയുന്ന മറ്റൊരു വ്യക്തി എന്തായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നായിരിക്കും പോലീസിന് കൂടുതൽ വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താൽക്കാലികമായി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് പോലീസ് തീരുമാനിച്ചിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും അവസാനം ചെയ്യും. അതുവരെ ഇല്ല എന്ന് വെച്ച് ഇദ്ദേഹത്തിനോട് സഹകരിക്കുകയും അവസാനം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുകയും ചെയ്യാം.
അതൊക്കെ പോലീസിൻ്റെ ഒരു ടാക്ടിക്സ്, ഇൻവെസ്റ്റിഗേഷൻ ടാക്ടിക്സ്. അത് നമുക്ക് ഇപ്പോൾ Predict ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല. എന്തായാലും കൂടുതൽ പ്രതികൾ എന്തായാലും ഈ ഗൂഢാലോചനയോടെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. അത് എത്ര ആളുണ്ടെന്ന് മാത്രം പറയാം. എന്തായാലും 2-3 പേരിലെങ്കിലും അറസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, നാളെ ഇപ്പോൾ അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. 2, ദിലീപിന് ജാമ്യം ലഭിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി. ഈ ചുമത്തിയ വകുപ്പുകൾ അനുസരിച്ച് അത് നോൺ ബെയിലബിൾ ആണ്, ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ മുന്നിലെത്തുന്ന ജാമ്യ അപേക്ഷയ്ക്ക് അതിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും കോടതി പരിഗണിക്കുക? കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഒരു റിമാൻഡ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. SP അദ്ദേഹം പറഞ്ഞ കണക്ക് ആ റിമാൻഡ് അപേക്ഷയിൽ ഏതൊക്കെ തെളിവുകളാണോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പ്രഥമ ദൃഷ്ടിയ ഏതൊക്കെ തെളിവുകളാണോ ആ തെളിവുകളിൽ എത്രത്തോളം പോലീസിന് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് എവിടം വരെയൊക്കെ തെളിവുകളുടെ വിശ്വസനീയത ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം ആ കേസ് ഡയറിയും കൂടെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് അതെല്ലാം കൂടെ പരിശോധിച്ചതിന് ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള കേസാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇപ്പോൾ അവിടെ ജാമ്യത്തിൻ്റെ പ്രസക്തിയൊന്നും വരുന്നില്ല. ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ജാമ്യം കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാര്യം അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇനി കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കിട്ടിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം പൂർത്തിയാക്കാൻ. റൈറ്റ്. ഡോക്ടർ പി ഗീത, ഇവിടെ സിനിമാ മേഖലയ്ക്കകത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്വവും അവരുടെ അവകാശങ്ങളും ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു, വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. പക്ഷേ അമ്മയുടെ നിർണായകമായ ഒരു ജനറൽ ബോഡി യോഗത്തിൽ വേണ്ട രീതിയിൽ അവർ ശബ്ദമുയർത്തിയില്ല എന്ന വിമർശനം അവർക്ക് നേരെ ഉണ്ടായി. ഇപ്പോൾ ഈ സംഭവങ്ങളിൽ ദിലീപിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കേസ് അന്വേഷണം തന്നെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്തപ്പോൾ WCCയും അവകാശപ്പെട്ടു ഈ വിജയത്തിൽ അവർക്കും പങ്കുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ദൗത്യം അവരിൽ സുരക്ഷിതമാണെന്ന് കരുതുന്നുണ്ടോ? ഇത് ഒരു മാറ്റത്തിനുള്ള തുടക്കമാണ് എന്ന് രമ്യ നമ്പീശൻ പറഞ്ഞതിനെ അത്ര ഗൗരവമായ ഒരു അർത്ഥത്തിൽ തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, സിനിമാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സ്ത്രീ കൂട്ടായ്മ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ നടിയുടെ ആക്രമണത്തിൻ്റെ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ആക്രമിക്കപ്പെട്ട കേസ് നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വസ്തുത്തിൽ അവിടെ MLA മാർ 2 പേരുണ്ട്, ഒരു MP ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് ബന്ധത്തിലുള്ള ഇപ്പോൾ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു വലിയ ഒരു ബിഗ് ഷോട്ട് ഉണ്ട്. അത്തരം ആൾക്കാർ ആരുമല്ല മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടണം എന്നാവശ്യപ്പെട്ടത്. ഒരു കൂട്ടം പെണ്ണുങ്ങളാണ്. അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു ആക്ടിനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ സാധ്യമല്ല. കാരണം ഒരു അമ്മ എന്നുള്ള ഒരു വലിയ സംഘടന തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടിട്ടുള്ള അത്യാചാരത്തിനെതിരെ ആരെയാണ് സമീപിച്ചത്? കൂടെ നിൽക്കുന്നു എന്ന് പോലും പറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞത് 2 പേരും അമ്മയുടെ മക്കളാണ് എന്നാണ് അവസാന നിമിഷം വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഡയസിൽ ഈ കുറ്റാരോപിതനെ കയറ്റി ഇരുത്തിക്കൊണ്ടാണ് അവർ തങ്ങളുടെ ആഘോഷം പൂർത്തീകരിച്ചത്. എനിക്ക് അമ്മ എന്നുള്ള സംഘടനയുമായിട്ട് ഗുണപരമായിട്ടോ ദോഷപരമായിട്ടോ യാതൊരു ബന്ധവുമില്ല. നമ്മളുടെ ഒരു കാഴ്ചയാണ്, നമ്മളുടെ ഒരു അനുഭവമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ നിന്ന് അതിനൊരു ട്രേഡ് യൂണിയൻ്റെ മൂല്യം പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ട്രേഡ് യൂണിയനിൽ ഒരുപാട് സമത്വത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളെങ്കിലും വരും എന്നുള്ളത് ഗോപികൃഷ്ണനും അറിയാം. അത്തരത്തിലുള്ള യാതൊരു സമത്വ സങ്കല്പങ്ങളും ഇല്ലാതെ കുറേ പേർ ഇങ്ങനെ ഹൈറ്റിലിരിക്കുന്നു, കുറേ പേര് താഴെ ഇരിക്കുന്നു, മുകളിലിരിക്കുന്നവർ പറഞ്ഞനുസരിക്കാനുള്ള കുറേ അടിമകളെ പോലെയുള്ള ആൾക്കാർ വരുന്നു. എൻ്റെ ഒപ്പം ആരാ അഭിനയിക്കേണ്ടത്? എൻ്റെ അമ്മ ആരാണ് ആവേണ്ടത്? എൻ്റെ മകൾ ആരാണ് ആവേണ്ടത്? എൻ്റെ ഭാര്യ കാമുകി, എൻ്റെ വേലക്കാരിയൊക്കെ ആരാ ആവേണ്ടത്? തിരക്കഥാകൃത്തല്ല നിശ്ചയിക്കുക, ഡയറക്ടറല്ല നിശ്ചയിക്കുക, നിർമ്മാതാവല്ല നിശ്ചയിക്കുക, ഞാൻ തന്നെയാണ് നിശ്ചയിക്കുക. അങ്ങനെയുള്ള വളരെ ഏകാധിപത്യപരമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള അവരൊരു പക്ഷേ ബോധപൂർവം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് സാധ്യമാവാത്തത് സിനിമയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ട്. ശരി, അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല തുടക്കമാകട്ടെ. ഗീത ടീച്ചർ, ഞാനൊന്ന് ഇടപെടുകയാണ്, സമയപരിമിതി മൂലം ക്ഷമിക്കണം. നടി രഞ്ജിനി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രഞ്ജിനി മാഡം, താങ്കൾ ടെലിഫോണിലുണ്ടോ? മാഡം, ഇന്നലെ ഞാൻ താങ്കളെ ഫോണിൽ വിളിച്ചപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞത് അവിശ്വസനീയമായ ഒരു വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിൽ ഇരിക്കുകയാണ്, ഒരു ടെലിവിഷൻ ചർച്ചകളിലേക്കും ഞാനില്ല ഇപ്പോൾ എന്നാണ്.
ഇപ്പോഴാ അവിശ്വസനീയത മാറി ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടോ ദിലീപ് ജയിലിലാണ്? അങ്ങനെയല്ല. ആദ്യം ബിക്കോസ് എനിക്ക് ദിലീപ് ഒരു വളരെപ്പെട്ട സുഹൃത്തും കൂടെ. എനിക്ക് ഇതുവരെ എനിക്ക് വിശ്വാസമില്ല ഇങ്ങനത്തെ ഒരു ക്രൈം ഇങ്ങനെ വന്നു. എന്റെ രീതിയിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോ ആദ്യം ബിക്കോസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാം, ബട്ട് യു കനോട്ട്, ബിക്കോസ് നമുക്ക് ക്ലോസ് ആയിട്ട് ഇവരുടെ എന്താ പറയാ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് താങ്കൾ വിളിക്കുമ്പോ ഞാൻ ഒരു ഷോക്കിലായിരുന്നു. ബിക്കോസ് ഈ ഇന്ന് വരും എനിക്ക് ശരിക്കും അതിന്റെ എന്താ പറയാ റിയാലിറ്റി സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ദെയർ അൺടിൽ നമ്മൾ DGP സർ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ശേഷമാണ് ഇങ്ങനെ കുറച്ച് എവിഡൻസസ് കിട്ടിയ ശേഷമാണ് ഇവരെ നമ്മൾ റിമാൻഡിൽ വെച്ചു. സോ എന്തായാലും പോലീസിന്റെ സൈഡിലെ എവിഡൻസസ് ആർ സ്റ്റിൽ കളക്ടിങ്. എന്തായാലും ഫോർ ഫർദർ ക്വസ്റ്റനിങ് ദേ ഹാവ് റിമാൻഡഡ് ഹിം. അങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസിന്റെ പ്രൊസീജിയർ. സോ അങ്ങനെ ഇരിക്കുമ്പോ എന്താ പറയാൻ പറ്റും, നമുക്കെല്ലാം ഷോക്കിലല്ലേ. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ്. ഞാൻ വലിയ ആള്, നിങ്ങൾ ചെറിയ ആള്, അങ്ങനെ ഇല്ല. when it comes to the eyes of the law, everybody are equal. അല്ല, താങ്കളുടെ സഹപ്രവർത്തകയായ ഈ ആക്രമണത്തിന് ഇരയായ നടിക്ക് അവർക്ക് നീതി ഉറപ്പാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നതിൽ സന്തോഷമില്ലേ? ഉറപ്പായിട്ടല്ലേ. അതല്ലേ ഞാൻ പറയുന്നേ. ആരാവട്ടെ, കിങ് ആവട്ടെ അല്ലെങ്കിൽ നോർമൽ സിറ്റിസൺ ആവട്ടെ, ആര് തെറ്റ് ചെയ്താൽ യു ഹാവ് ടു ഫേസ് ദ മ്യൂസിക്. ഒരു ഇതിലെയും പെർഫെക്റ്റ് ക്രൈമിന് ഒരു സംഭവം ഇല്ല. ഓക്കെ, സോ അതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം വെരി ഹാപ്പി ഈ കേസ് പുറത്ത് വന്നത് കാരണം തന്നെ ഒരു വലിയ അപ്ലൗസ് ആണ് വേണ്ടത് എല്ലാ മീഡിയ ആൾക്ക്. കാരണം ഒരുപാട് ഇങ്ങനത്തെ കേസുകളുണ്ട്, പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് കം ഔട്ട്സൈഡ്. ഇത് സ്ട്രോങ് ആണ് കാരണം കൊണ്ട് ബിക്കോസ് ഓഫ് ദ മീഡിയ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ കേരള പോലീസ് അവർ ചെയ്ത കമൻഡബിൾ ജോബാണ്. ഇതുവരെ ഇൻസിഡന്റ് നടന്ന ഫെബ്രുവരിയിലെ വരെ ഇന്നലെ വരയ്ക്കും still they have already collected quite a lot of evidences against the criminals. അങ്ങനെ ഒന്നൊന്ന് പിൻ പോയിന്റ് ചെയ്താണ് ഇന്ന് നമ്മൾ ഈ രീതിയിൽ എത്തിയിരിക്കുന്നത്. So we have to be very grateful to the police and of course നമ്മളുടെ ഗവൺമെന്റ് as well and മുഖ്യമന്ത്രി. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു വെരി മച്ച് മാഡം. വളരെയധികം നന്ദി. ശ്രീ സുഭാഷ് ബാബു, ഡോക്ടർ പി ഗീത, അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, ശ്രീ ആലപ്പി അഷ്റഫ്, ശ്രീമതി രഞ്ജിനി ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സുമായി PT നാസർ എത്തും. കാണൂ. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.